നല്ല ആൽക്കഹോളിക് വെതറാണല്ലോ പണിക്കരെ. ആദ്യമായിട്ടാ ഇങ്ങനൊരു പോഡ്കാസ്റ്റ്. ചിയേഴ്സ്. ചിയേഴ്സ്. ഇപ്പൊ ഒരു കള്ളിന് 3 കാര്യമുള്ളൂ. ഒന്ന് അതിന്റെ നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണക്കുമ്പോൾ കിട്ടുന്നത്, പിന്നെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടേസ്റ്റ് വായിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ കവിളിൽ കിട്ടുന്ന ടേസ്റ്റ്, പിന്നെ നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ ഉള്ളത് ആഫ്റ്റർ ടേസ്റ്റ്. ആൽക്കഹോൾ ഒരു 65 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ, ഒരു 50 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ ഒരു ചാരായത്തിന്റെ ഒരു ഫീൽ വരും. അപ്പൊ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിനെ ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടി. നല്ല ആ 65 നമ്മൾ ഒട്ടും ഫീൽ ചെയ്യും. ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മന്ദാകിരി ഒരു ബ്രാൻഡ് ഉണ്ടാവുമോ? നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോ 250 ബോട്ടിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഉണ്ടാക്കി. അന്ന് ഇപ്പൊ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ആൾക്കാർ ഈ ബ്രാൻഡ് അറിയുന്നുള്ളത്. ഇന്ന് എനിക്ക് തോന്നുന്നത് ലോകം എമ്പാടുമുള്ള മലയാളികൾക്ക് മന്ദാകിനി എന്നുള്ള ബ്രാൻഡ് അറിയാം. ഏഷ്യാനെറ്റ് ന്യൂസിൽ അത് ന്യൂസ് ആയിട്ട് വരികയാണ്. അവരുടെ ന്യൂസ് എങ്ങനെയാണ്? ലണ്ടനിലെ കൊമ്പൻ ബെയറിനും അയർലൻഡിലെ മഹാറാണിക്കും ശേഷം വിദേശ രാജ്യത്ത് മധ്യലോകത്തിൽ ഒരു മലയാളി തനിമ കൂടി, മന്ദാകിനി. തനി നാടൻ വാറ്റ് തന്നെയാണോ? നാട്ടിലെ നാടൻ വാറ്റ് ഇങ്ങനെ ഒരു മൺകലം കമത്തി ഒരു കലം വെക്കുന്നു, അതിന്റെ മുകളിൽ വേറൊരു മൺകലം കമത്തി വെക്കുന്നു. ആ കമത്തി വെച്ച കലത്തിലേക്ക് ഒരു ഓട്ട ഇടുന്നു. അതായത് തിളപ്പിക്കുമ്പോ വരുന്ന നീരാവി കണ്ടൻസ് ആയിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ആൽക്കഹോളിന്റെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്. നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ റമ്മെന്നോ എന്തെങ്കിലും വിളിക്കാം. നമ്മൾ എന്തായിരുന്നു മലയാളികൾ 1000 കൊല്ലം മുമ്പ് എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിയപ്പോ അത് നമ്മൾ തിരിച്ച് കാണിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആ കള്ള് വന്നു എന്നുള്ളത് നമ്മൾ ശക്തമായി തന്നെ പറയണം. അത് ചിലപ്പോൾ 10 കൊല്ലം എടുക്കുമായിരിക്കും. അത് നമ്മൾ ഓക്കെയാണ്, എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കാനഡയിൽ നിന്നുള്ള വന്ന ബ്രാൻഡുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ഡിസൈനിങ്ങിൽ. വാറ്റിനെ ആദ്യമായിട്ട് നമ്മൾ ലീഗലായിട്ട് ഉണ്ടാക്കാം. എല്ലാ മലയാളികളുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. കാരണം വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോബൽ ലെവലിൽ ഇതിനെ പ്ലേസ് ചെയ്യാം. ഒരു കോക്ടെയിൽ റെഡിയാക്കി വെച്ചോ. മന്ദാകിനി എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ മന്ദാകിനി എന്നൊരു ബ്രാൻഡിനെ പ്ലേസ് ചെയ്യുന്നു. അതിലൊരു പർട്ടിക്കുലർ റെസിപ്പി പറയുന്നു. ആദ്യം പറഞ്ഞ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിലൊരു പെൺകുട്ടി ഇതുപോലെ കള്ളു കുടിക്കുന്നു, അവരുടെ പഴയ കാമുവിനെ തല്ലാൻ പോകുന്നു. ഇതായിരുന്നു അപ്പൊ ഇതിന്റെ അത് ഈ കള്ളു കുടിക്കുന്നത് മന്ദാകിനി ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മൂവിയിലെ റെസിപ്പി ശരിക്കും നമ്മൾ കൊടുത്ത റെസിപ്പി അല്ല. ഒരു ഗ്ലാസ് എടുക്കുക, അതിലേക്ക് ഒരു 60 ml, അതിലേക്ക് ഒരു ഓറഞ്ച് പിഴിയുക, അതിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇടുക, കുറച്ച് ആപ്പിള്, കുറച്ച് മുന്തിരി, കുറച്ച് പൈനാപ്പിള്, ഒരു ടീസ്പൂൺ നല്ല തേൻ. ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. ഇനിത്തട്ടിലിന്റെ ആ ഒരു വോയിസില് അത് കേൾക്കുമ്പോ കുടിക്കൂലാതെ മനുഷ്യൻ വരെ ഉണ്ടാക്കി കുടിച്ചു. കേരളത്തിലാണെങ്കിൽ വേറെ നമുക്ക് ചോയ്സ് ഇല്ല. ലാലേട്ടൻ ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? നമ്മളെ കള്ളു കുടിക്കാൻ, അതായത് സ്റ്റൈലായിട്ട് കള്ളു കുടിക്കാൻ പഠിപ്പിച്ചത് ലാലേട്ടനാണ്. നാടൻ വാറ്റിൽ ഇളനീരൊഴിച്ചു കുടിച്ച് പാട്ടുപാടി മൃദംഗം വായിച്ചിരുന്നു. ഡെപ്ത് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. അപ്പൊ ആ ഒരു ഇമോഷണലായിട്ട് കള്ളു കുടിക്കാൻ, ആ സ്റ്റൈലിഷ് ആയിട്ട് കള്ളു കുടിക്കാൻ പഠിച്ചു. അഭിഷേട്ടാ, വെൽക്കം ടു ചിയേഴ്സ് ഫിറ്റ്. നന്ദി. ചിയേഴ്സ് ഫിറ്റ് എന്ന് പറഞ്ഞ പേരിൻ്റെ ചിയേഴ്സ് എന്ന വാക്ക് ഇന്നാണ് ഫസ്റ്റ് അത് കംപ്ലീറ്റ് ആവുന്നത്. കാര്യം നമ്മൾ ചിയേഴ്സ് ഫിറ്റിൻ്റെ ഒരു മെയിൻ മോട്ടീവ് തന്നെ ഈ ഫിറ്റ്നസ് അറ്റ് ദ സെയിം ടൈം സെലിബ്രേഷൻ എന്നൊരു കൺസെപ്റ്റാണ്. അത് നമ്മൾ ഇത്രയും നാളും ഈ ഫിറ്റ്നസ് റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റുകളാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ചിയേഴ്സ് എന്ന് പറയുന്നതിന് കറക്റ്റായിട്ട് അർത്ഥമായിട്ടുള്ള പോഡ്കാസ്റ്റ് നടത്താൻ പോകുന്നത്. ഉറപ്പായിട്ടും എനിക്കും വളരെ സന്തോഷം അഭിഷേക്. അല്ല, ചിയേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളും ആ ഒരു സെയിം ഇതിൽ, അപ്പോൾ മന്ദാകിനി തുടങ്ങിയപ്പോൾ നമ്മളും വിചാരിച്ചത് നമ്മുടെ ഈ കള്ളുകൂടിയെ കുറിച്ച് വളരെ തെറ്റായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ പക്ഷേ വെസ്റ്റേൺ കൾച്ചറിൽ ഇപ്പോൾ ഇറ്റാലിയൻ അല്ലെങ്കിൽ ബാക്കിയുള്ള കൾച്ചറുകളിൽ കള്ളുകൂടി എന്നല്ല, ഇപ്പോൾ വൈൻ കുടിക്കുക അത് ഫാമിലിയുടെ ഒരു പാർട്ടായിട്ടാണ്, ഒരു ഡിന്നറിൻ്റെ പാർട്ടായിട്ട് ഒരു സോഷ്യൽ ഗ്യാതറിങ് ആയിട്ടാണ് കള്ളുകൂടി വന്നേക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ പക്ഷേ അതിനെ വളരെ അത് കുടിക്കുന്ന രീതിയും തെറ്റാണ് പലതും. അപ്പം ആ ചിയേഴ്സ് എന്നുള്ളത് എന്താ പറയുക, നമുക്ക് അവരെ കള്ളുകുടിയിൽ എങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമാണ്. സോഷ്യലി ഒത്തിരി കാര്യങ്ങൾ മാറുമെന്ന് എനിക്ക് തോന്നുന്നു. നാട്ടിലെ കള്ളുകുടി എന്ന് പറഞ്ഞാൽ തൊണ്ടയ്ക്ക് താഴെ വരെ കുടിക്കുന്നതാണ് ലിമിറ്റ്. തൊണ്ടയ്ക്ക് താഴെ എപ്പോൾ എത്തുന്നു അവിടെയാണ് നിർത്തുന്നത്. അല്ല, ഞാനും അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. അപ്പം നമ്മൾക്ക് അവരെ ആരെയും തെറ്റു പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമ്മളെ അതല്ലാതെ വേറെ രീതി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതായത് ഇപ്പോൾ ജോണി വാക്കർ ബ്ലൂ ലേബൽ കിട്ടിയാലും അതിലേക്ക് 2 ഐസ് ഇട്ട് ഒരു സോഡ ഒഴിച്ച് ഒറ്റ കമത്തിന് കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചേക്കണ കാര്യം. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഈസിയുള്ള കാര്യമല്ല. അപ്പം ഞാനും ഈ പറഞ്ഞ മാതിരിയും നമ്മളിപ്പോൾ ഡിസ്റ്റിലറിയിലും
അവർ ടേസ്റ്റിങ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴും അവർ നമ്മളോട് ചോദിക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പ്രൊഫൈൽ എന്നാണ്. ഇപ്പോൾ ഒരു കള്ളിന് 3 കാര്യമുള്ളത്. ഒന്ന് അതിൻ്റെ നോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മണക്കുമ്പോൾ കിട്ടുന്നത്. പിന്നെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് ടേസ്റ്റ് വായിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ കവിളിൽ കിട്ടുന്ന ടേസ്റ്റ്. പിന്നെ നമ്മൾ കഴിച്ച് കഴിയുമ്പോൾ ഉള്ളത് ആഫ്റ്റർ ടേസ്റ്റ്. അപ്പോൾ ഈ 3ഒക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ആ ഒരു കള്ളുകൂടിയിൽ അത് ഒരിക്കലും കിട്ടൂല. അപ്പോൾ ഇവിടെയുള്ള അപ്പോൾ എല്ലാ കള്ളിനും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്താ പറയുക, ഈ ഒരു ബിസിനസ്സിൽ വന്നു കഴിഞ്ഞപ്പോൾ പഠിച്ച കാര്യമാണ്. നമ്മളോട് ആൾക്കാർ ചോദ്യം ചോദിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ പോയി ഗൂഗിൾ സെർച്ച് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ആൾക്കാരോട് ചോദിക്കാൻ തുടങ്ങി എന്താണിത്. അപ്പം അങ്ങനെ മനസ്സിലായ കാര്യം. അപ്പം നമ്മൾ കള്ളു കുടിക്കണേ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി തുടങ്ങി, ടേസ്റ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഈ ഗ്ലാസ് ഇത് ഗ്ലെൻകാരിൻ എന്ന് പറഞ്ഞൊരു ഗ്ലാസ്സാണ്. അപ്പോൾ വിസ്കി ടേസ്റ്റിങ്സിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കുടിക്കുമ്പോൾ നമുക്കിങ്ങനെ സ്മെല്ല് ചെയ്യാം, നോസും വായും മാത്രം ലോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ പറഞ്ഞ മാതിരി ആ ഒരു ചിയേഴ്സ് എന്നുള്ള ഒരു ഹാപ്പി. ഇപ്പോൾ കള്ളുകൂടി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നെഗറ്റീവ് ഫാമിലി ബ്രേക്ക് ചെയ്യുന്ന ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതേ സമയത്ത് ഇപ്പോൾ സൗത്ത് അമേരിക്കൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഇറ്റാലിയൻ കൾച്ചറിൽ ആ വൈൻ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഗെറ്റ് ടുഗദറിനാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം വരട്ടെ എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ആൾക്കാരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് ആ ഒരു വ്യത്യാസം വരട്ടെ. അപ്പോൾ അതിനു മുന്നേ എസ്പെഷ്യലി നമുക്ക് പറയാനുള്ളത് ആൽക്കഹോൾ കൺസംഷൻ ഈസ് റിയലി ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അറ്റ് ദ സെയിം ടൈം സെൻസിബിളായിട്ട് മാത്രം ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കൊടുക്കേണ്ട അഡ്വൈസ്. ഉറപ്പായിട്ടും ഇത് നമ്മുടെ 65 എന്നുള്ള വേർഷനാണ്. ഓക്കെ. നമ്മൾ ആദ്യം ലോഞ്ച് ചെയ്തത് മന്ദാകിനി ഒറിജിനലാണ്. അപ്പോൾ ആ ഒറിജിനൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അത് 46% ആണ്. അപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നാട്ടിലെ ആൾക്കാരെ അറിയാലോ, നാട്ടിൽ നിന്ന് എല്ലാവരും പറഞ്ഞു ചേട്ടാ ഇത് പോരാ, ഞങ്ങൾക്ക് ഇതൊന്നും ആവണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്പോൾ അതിനു മുമ്പ് നമ്മൾ 2 ഫ്ലേവേഴ്സ് ഇറക്കിയാണ്. പൈനാപ്പിൾ മാംഗോ, ജിഞ്ചർ കാർഡമൻ, ഒരു സ്പൈസ്ഡ് വേർഷൻ, പിന്നെ ഒരു ഫ്ലേവേർഡ് വേർഷൻ. അപ്പോൾ ജിഞ്ചർ കാർഡമൻ ഇറക്കി കഴിഞ്ഞപ്പോൾ 46 ഇറങ്ങി കഴിഞ്ഞപ്പോൾ പെമ്പിള്ളേർ ഒത്തിരി പേര് പറഞ്ഞു ഞങ്ങൾക്കൊരു കുറച്ചുകൂടെ ഞങ്ങളുടെ ഫ്ലേവേഴ്സുള്ള ഒരെണ്ണം വേണം. അങ്ങനെയാണ് നമ്മൾ പൈനാപ്പിൾ മാംഗോ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് ഈ 46 ഒന്നും ഞങ്ങൾക്ക് പോരായിട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ 65 എന്നുള്ളൊരു വേർഷൻ ഇറക്കി, 65% ആൽക്കഹോൾ. ഓക്കെ. നമ്മൾ വന്നേ പിന്നെ ടക്കമാക്കയൊക്കെ വന്നത് ഫേമസ് ആയി വരുന്നത്. അപ്പോൾ 65 നമ്മളപ്പോൾ എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൽക്കഹോൾ ഒരു 65 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ, ഒരു 50 മുകളിലേക്ക് പോയി കഴിയുമ്പോൾ കട്ട ഒരു എന്നാ പറഞ്ഞ ഒരു സ്മെൽ, ഒരു ചാരായത്തിൻ്റെ ഒരു ഫീല് വരും. അപ്പോൾ നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട് നമ്മളതിനെ ടോൺ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ആ 65 നമ്മൾ ഒട്ടും ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ച് കഴിയുമ്പോൾ ആൾക്കാർ 3 ദിവസം കഴിഞ്ഞേ എണീക്കുള്ളൂ. അപ്പം ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇത്ര ഒച്ച കേൾക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആദ്യമായിട്ടാ ഇങ്ങനൊരു എന്താ പറയുക ഒരു പോഡ്കാസ്റ്റ്. ചിയേഴ്സ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിങ്ങനെ പലരും ഈ വിസ്കി ടേസ്റ്റിങ്ങിലൊക്കെ കറക്കാറില്ലേ, അതാ ഒരു ചെക്ക് ചെയ്യുന്ന അതിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വോഡ്ക ഇങ്ങനെ കറക്കുവാണെങ്കിൽ ഭയങ്കര ഡെൻസിറ്റി കുറഞ്ഞൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് ഇങ്ങനെ കറങ്ങും. ഹെവി കുറച്ചുകൂടെ ഇപ്പോൾ ഏജ്ഡ് വിസ്കി അല്ലെങ്കിൽ ഏജ്ഡ് റമ്മ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് നമ്മളിങ്ങനെ കറക്കുമ്പോൾ അതിൻ്റെ ഡെൻസിറ്റി നമുക്ക് മനസ്സിലാകും. ഞാൻ അത്രത്തോളം എത്തിയിട്ടില്ല എന്നാലും. അപ്പം നമ്മൾ കറക്കുക, നോക്കുക, 10 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടി തുടങ്ങുമല്ലോ. അത് കഴിഞ്ഞാൽ അവരിങ്ങനെ നോസ് ചെയ്യും, വായും മൂക്കിങ്ങനെയും കൂടിയിട്ട്. എന്നിട്ട് ഒരു ചെറിയൊരു കവിള് എടുക്കും, വായിൽ പിടിക്കുക, അതിൻ്റെ ഇറക്കുക. അത്രേ ഉള്ളൂ. 46 അതേ ഫീലേ ഉള്ളൂ കഴിക്കുമ്പോൾ. ഓക്കെ അല്ലേ? ഓക്കെ. നമ്മൾ പലപ്പോഴും കള്ളു കുടിക്കുന്നത് ഒളിച്ചും പാത്തുമാണ്. ഇപ്പോൾ ഒളിച്ചും പാത്തുമല്ല, നാട്ടിലിപ്പോൾ ഒരു കല്യാണത്തിന് വീട്ടിൽ കൂടുമ്പോൾ ഗ്ലാസിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ 4 ഗ്ലാസും കൊണ്ട് നമ്മൾ 20 പേര് കുടിക്കണം, അല്ലെങ്കിൽ 10 പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒഴിക്കുക, കുടിക്കുക, ആൾ മാറുക, അടുത്ത ആൾ വരിക.
അങ്ങനെ അങ്ങനെ സിറ്റുവേഷൻ ഉണ്ട്. പിന്നെ നമ്മൾ പക്ഷേ അപ്പം പിന്നെ അതിൻ്റെ ഇപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുമ്പോഴും നമ്മൾ കള്ള് കുടിക്കുമ്പോൾ കള്ള് ഫുഡ് അത് പെയർ ചെയ്താൽ പോകണ്ട. കഴിക്കുന്നത് പിന്നെ അത് ആ ബോഡിയിലേക്ക് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ, നമ്മുടെ വയർ എം ടി ആണ്, അപ്പോൾ ത്രോ അപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളുണ്ടാവും, ഹെഡ് ഏക്ക് ഉണ്ടാവും അങ്ങനെ. അപ്പോൾ നമ്മൾ ആ ഫുഡിനെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുമ്പോണ്ടല്ലോ കുറച്ചുകൂടെ നമ്മൾ സോഷ്യലാവും. അതല്ലാതെ കള്ള് മാത്രമായിട്ട് പോകുമ്പോൾ നമ്മൾ ആൻറ്റി സോഷ്യലാവും. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവാത്തോടത്തോളം കാലം ലൈക്ക് കള്ളുകൂടി എപ്പോഴും വളരെ മോശമായ ഒരു കാര്യമായിരിക്കും. ആണ് എപ്പോഴും ഒരു സോഷ്യൽ ഗ്യാതറിങ്ങിന് പറ്റിയൊരു ടൂളായിട്ട് മാത്രം ആൽക്കഹോളിനെ മാറ്റുക എന്നുള്ളതാണ്. ആരും എനിക്ക് തോന്നുന്ന ഒരു ഫേമസ് റൈറ്ററായിട്ട് പറയണമെന്നു, അതായത് കള്ളില്ലെങ്കിൽ ഒരിക്കലും ഒരു ഗ്യാതറിങ് ഒരിക്കലും സോഷ്യൽ ആവില്ല. എസ്പെഷ്യലി നമ്മൾ സ്ട്രേഞ്ചേഴ്സ് വരില്ലേ, സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിയുമ്പോൾ അവരുടെ ആ ഒരു ആദ്യം നമുക്കറിയാം ചിലപ്പോൾ ഒരു അലൂമിനി മീറ്റ് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിൽ ഒരു ഫ്രണ്ട്സ് ഗ്യാതറിങ് ഒരു 10-20 പേരൊക്കെ വരുമ്പോഴത്തേനും ആദ്യം വരുമ്പോൾ ഒരു വാമത്തല്ല, ഒരു 2 റൗണ്ട് പോയി കഴിയുമ്പോൾ ഉള്ള കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയി എല്ലാവരും. പക്ഷെ അതിൽ ഒത്തിരി കൂടി പോയി കഴിയുമ്പോൾ പിന്നെ അത് കംപ്ലീറ്റ്ലി പ്രശ്നമായി. അപ്പോൾ ആ ഒരു ലിമിറ്റിൽ നിർത്തുക എന്നുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ പറഞ്ഞ പോലെ കള്ളുകൂടിയുടെ സർക്കിളിൽ നിന്ന് ഉണ്ടാവുന്ന സുഹൃത്തുക്കൾ ഭയങ്കര കൂടുതലാണ്. സോ മന്ദാകിനി കോതമംഗലത്ത് നിന്നും കാനഡയിലേക്ക് എത്തിയ ഒരു വ്യക്തി, അതായത് നാട്ടിൽ റേമണ്ടിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി കാനഡയിലേക്ക് ഫാഷൻ കോഴ്സ് പഠിക്കാനായിട്ട് വരുന്നു, പല പല ജോലികൾ ചെയ്യുന്നു. അതിൽ നിന്നും ഇന്ന് ഈ കാണുന്ന മന്ദാകിനിയുടെ ഓണറായിട്ട് മാറുന്നു. കഥയെന്നറിയണം. എനിക്ക് തോന്നുന്നത് വ്യത്യാസമൊന്നുമില്ല, എല്ലാവരെയും പോലെ തന്നെ നിങ്ങൾ ഒക്കെ വന്ന പോലെ തന്നെ കാനഡയിലേക്ക് വരാൻ താല്പര്യപ്പെട്ട് വന്നു. ആദ്യത്തെ ജോലി ഇതുപോലെ ഡിഷ് വാഷിങ്, ഗ്യാസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ക്ലീനിങ് അങ്ങനെയുള്ള ഇനീഷ്യൽ ജോലികൾ ഇഷ്ടം പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപ്പോഴെല്ലാം നമ്മൾ നല്ലൊരു ഫ്യൂച്ചർ അതിനു വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്യണേ. പക്ഷെ ഒരു കാര്യം ഞാൻ പഠിച്ചത് ഇവിടെ വന്നപ്പോഴാണ്, ഇപ്പോൾ നാട്ടിൽ നമ്മൾ പഠിച്ചു ജോലി ചെയ്തു അത് മാത്രമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് നമ്മളിപ്പോൾ ഡിഷ് വാഷിൽ ആയിട്ട് വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു എന്താ പറയുക കുക്കോ പ്രിപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ വർക്ക് ചെയ്യുമ്പോഴോ ഒരു ചെറിയ ബിസിനസ് എങ്ങനെയാണ് മാനേജ് ചെയ്യണമെന്ന് നമുക്ക് കുറച്ചുകൂടെ അടുത്തറിയാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു വലിയ കമ്പനിയിൽ, ഞാനിപ്പോൾ നാട്ടിൽ വർക്ക് ചെയ്ത് പറഞ്ഞ പോലെ റേമണ്ടിൽ മിഡിൽ മാനേജ്മെൻറ്റ് ലെവലിലാണ് വർക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഒരു ചെറിയ ബിസിനസ്സിൽ നമ്മൾ ആക്റ്റീവായിട്ട് ആ ഒരു ബിസിനസ്സുകാരനുമായിട്ട് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ആയിരിക്കും. പുള്ളി എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പുള്ളി എങ്ങനെയാണ് ആ ബിസിനസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നടത്തുന്നത്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ബിസിനസ് കണ്ടുപഠിച്ചു തുടങ്ങിയത്. പക്ഷെ എന്ന് കരുതി നമ്മളൊരിക്കലും ബിസിനസ്സുകാരനാവണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ അത് കഴിഞ്ഞ് പഠിക്കാൻ പോയി, പഠിച്ചു കഴിഞ്ഞ് വീണ്ടും നിങ്ങളൊക്കെ എത്ര തവണ ഇവിടെ ജോലിയിൽ പറഞ്ഞു വിടുക എന്നുള്ള കാനഡയിൽ വളരെ സിമ്പിൾ കാര്യമാണ്. നമ്മളെല്ലാം ഓക്കെ ആയി നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരു വെള്ളിയാഴ്ച നമ്മുടെ അടുത്ത് ഇതുവരെയും നിങ്ങൾ വളരെ നന്നായിട്ട് ഇവിടെ ജോലി ചെയ്തു, പിങ്ക് സ്ലിപ്പ് എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഒരു പിങ്ക് സ്ലിപ്പാണ് നമ്മുടെ കയ്യിൽ കിട്ടണേ. അപ്പം അത് കിട്ടി കഴിഞ്ഞാൽ ലേ ഓഫ് ആയി എന്നുള്ള മിക്കവാറും ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം, ഇപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ പകലാ ജോലിയെങ്കിൽ വെള്ളിയാഴ്ച വൈകുന്നേരം ആയിരിക്കും കിട്ടണേ. അങ്ങനെ 1-2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പഠിച്ചു കഴിഞ്ഞ് വീണ്ടും നല്ല ജോലി കിട്ടുമെന്ന് കരുതി കുഴപ്പമില്ല, നല്ലൊരു ജോലിയൊക്കെ കിട്ടി. വീണ്ടും 2008 റിസഷൻ വന്നു. അപ്പോൾ ആ ജോലി വീണ്ടും പോയി. പിന്നെ കല്യാണം കഴിച്ചു, പിന്നെ ജോലി കിട്ടി, എന്നാലും സർവൈവലാണ്. അപ്പോൾ പിന്നെ കുറച്ച് ആൾ ഇൻഷുറൻസ് ഏജൻറ്റ് അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ ആയിട്ട് നടന്നു. അപ്പോൾ കുറച്ചുകൂടെയും ഈ പറഞ്ഞ പോലെ ഇതിലെല്ലായിടത്തും നമ്മൾ കുറേശ്ശെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്തെങ്കിലും ഒരു സ്വന്തമായിട്ട് ചെയ്താലാണ് നന്നാവുള്ളൂ എന്നുള്ള രീതിയിൽ. ഇത് ക്യാപിറ്റലിസ്റ്റ് കൺട്രി ആലോ അത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പല ഓപ്പർച്യൂണിറ്റീസ് വന്നു. നമ്മളെങ്ങനെ ഈ ഇത് വർക്ക് ചെയ്യുന്നവരുടെ കൂടെ. അപ്പം ഞാൻ എപ്പോഴും അവരെ ഒബ്സർവ് ചെയ്യും, എങ്ങനെയാണ് ഇവർ മാനേജ് ചെയ്യുന്നത് അവരുടെ. കാരണം വെച്ചാൽ ബിസിനസ്സിൽ എപ്പോഴും കുറേ സോഫ്റ്റ് സ്കിൽസ് വേണം. ആൾക്കാരെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം, ആൾക്കാരുമായിട്ട് എന്താ പറയുക മിങ്കിൾ ചെയ്യാൻ പറ്റണം, ഒരു കംപ്ലീറ്റ് സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് നമുക്കൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. ഇതൊക്കെ ബിസിനസ്സിൽ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽസ് എല്ലാം നമ്മൾ പലപ്പോഴായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ, ഈ കോവിഡിൽ ഞാൻ എമർജൻസി വർക്കറായിരുന്നു.
ഇവിടെ ഒരു കമ്പനിയിൽ, പിന്നെ മെയിൻ്റനൻസ് ഇതൊക്കെ ആയിട്ട്. അപ്പോൾ കോവിഡിൽ ഫുൾ ടൈം വർക്കാണ്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ പലരും ഒത്തിരി കോവർക്കേഴ്സും എല്ലാവരും വർക്ക് ഫ്രം ഹോമാണ്. ഞാൻ എല്ലാ ദിവസവും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴെനിക്ക് ശരിക്കും തോന്നി നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ നമ്മൾ ഏതായാലും 100% നമ്മൾ എഫേർട്ട് ഇടുവാണ്. ആ 100% നമുക്ക് വേണ്ടി നമ്മൾ തുടങ്ങുന്ന ചെറിയ കാര്യമാണെങ്കിൽ അതിനിടുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് നമുക്കായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ബ്രദർ ഏലിയാസ്, അപ്പോൾ അവനിങ്ങനെ എപ്പോഴും പറയും നമുക്ക് വാറ്റ് തുടങ്ങിയാലോ എന്നുള്ള രീതിയിൽ. ഞാൻ പറയും എടാ ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, പുള്ളിയുടെ ഐഡിയ ആയിരുന്നു ശരിക്കും. അപ്പം നമ്മൾ തുടങ്ങാമെന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് ഈ ഡിസ്റ്റിലറി വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമല്ലോ. പിന്നെ നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിചാരിച്ചു എങ്കിൽ പിന്നെ എനിക്ക് മെക്കാനിക്കൽ ലൈസൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, ഇപ്പം മൂന്നാമത്തെ പാർട്ട്ണർ സരീഷ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഇലക്ട്രോണിക്സ് എൻജിനീയറാണ്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ തന്നെ ഓടിച്ചു പോകാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഒരു ഡിസ്റ്റിലറി പോയി ഇങ്ങനെ ചോദിക്കുകയാണ് ഇങ്ങനെ തുടങ്ങാൻ പറ്റുന്നത്. അപ്പോഴാണ് നമ്മളോട് പറഞ്ഞത് നമുക്കിങ്ങനെ ബ്രാൻഡ് ലോഞ്ച് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ ഡിസ്റ്റിലറി സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഐഡിയ വരുന്നത്. അങ്ങനെ നമ്മൾ റെസിപ്പിയൊക്കെ ആയിട്ട് അവിടെ ചെല്ലുന്നു. പുള്ളി പറയുന്നു നമുക്ക് വർക്കബിളാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ മന്ദാകിനി ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇത് ഈ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം വാറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ഹിസ്റ്റോറിക്കൽ മൊമെൻറ്റ്, റൈറ്റ്? അതായത് ഇതിന് മുമ്പ് ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എങ്കിലും ഉറപ്പായിട്ടും നമ്മൾ ആ ബ്രാൻഡ് വളരെ പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പോൾ ബ്രാൻഡ് എങ്ങനെ പൊസിഷൻ ചെയ്യണം? അപ്പം നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും പ്രൗഡായിട്ടുള്ള, ലോകത്തിന് മുമ്പിൽ വെച്ച് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനമായിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഡിസൈൻ മുതൽ എല്ലാം അങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ മനസ്സിലായി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഡിസ്റ്റിലറിയിലെ പുള്ളിയോട് പറഞ്ഞ കാര്യമാണ്, അവൻ ഇറ്റാലിയനാണ്. അപ്പോൾ അവനോട് പറഞ്ഞ കാര്യമാണ്, ഇപ്പം ഞാനും അവനും ഫ്രണ്ടാണെങ്കിൽ ഒരു ക്രിസ്മസിന് അവന് ഗിഫ്റ്റ് ചെയ്യാൻ ഇറ്റലിയിൽ നിന്ന് ഒത്തിരി സാധനങ്ങളുണ്ട്, വൈൻസിൻ്റെ എല്ലാം ഉണ്ട്. നമ്മൾ ഈ ലോകത്തിലെല്ലാം സ്പൈസ്, ഏറ്റവും ബെസ്റ്റ് സ്പൈസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു സാധനമില്ല. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ കരുതി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഹിസ്റ്ററി ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മൾ അതിനേക്കാളും കൂടുതൽ പാഷനേറ്റായി. അപ്പോഴാണ് മനസ്സിലായത് നമ്മൾ പഠിച്ച ഹിസ്റ്ററി അല്ല നമ്മുടെ മലയാളികളുടെ ഹിസ്റ്ററി. നമുക്കൊരു ലോകത്തിൻ്റെ വ്യാപാര കേന്ദ്രത്തിൻ്റെ ചുക്കാൻ പിടിച്ച ഒരു സ്ഥലമായിട്ടാണ് നമ്മളായിരുന്നത്. അപ്പോൾ ആ ഒരു ഹിസ്റ്ററി പറയേണ്ടതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് ആ ലേബലിൽ നമ്മൾ മലബാറിക്കസിൻ്റെ കാര്യം പറഞ്ഞേക്കുന്നത്. അതായത് ഞാൻ ചിന്തിച്ചത് അവരുടെ ഇപ്പോൾ അവിടെ വന്ന വെസ്റ്റേണേഴ്സ്, ഇപ്പോൾ ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞത് ഡച്ച് ഗവർണറായിരുന്നു. പുള്ളി അവിടെ വന്നിട്ട് നമ്മുടെ നാട് കണ്ട് അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണ് പുള്ളി ആ ബുക്ക് ഉണ്ടാക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറഞ്ഞാൽ മലബാറിലെ അത്ഭുത സസ്യങ്ങൾ എന്നുള്ള ഏകദേശം ആ രീതിയിലാണ് അത് പറഞ്ഞേക്കണേ. അങ്ങനെയാണ് നമ്മൾ ആ ബ്രാൻഡ് പ്ലേസ്മെൻറ്റ് ചെയ്തത്. പക്ഷേ എന്നാലും നമ്മൾ സ്ലോലി നമ്മൾ മലയാളികൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലും, ഓരോരുത്തരായിട്ട് ഇറങ്ങിച്ചെല്ലും എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിച്ചത്. ഇപ്പോൾ നമുക്കൊരിക്കലും ഹൈ ലെവലിൽ ബ്രാൻഡിങ് ചെയ്യാനുള്ളയോ അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നല്ലോ. അല്ല, തുടങ്ങിയ സമയത്ത് ഈ പറഞ്ഞ ഒരു ഡിസ്റ്റിലറി ഓണറിൻ്റെ സഹായം വേണ്ടി വന്നോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്? ഉറപ്പായിട്ടും നമുക്കിത് ഇല്ലീഗൽ, നമുക്ക് ചുമ്മാ വീട്ടിലുണ്ടാക്കാവുന്ന സാധനമല്ലോ അത്. നമ്മൾ കൊമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ കുറേ ടെസ്റ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൻ്റെ ആൽക്കഹോൾ ലെവൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വാറ്റുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് മെത്തനോൾ കയറി വരും അതിൽ. അതാണ് നമ്മൾ ഈ കണ്ണടിച്ച് പോണേന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ മെത്തനോൾ മാറ്റിയെടുക്കാൻ പ്രോപ്പറായിട്ട് നമ്മൾ ആ പ്രോപ്പർ ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇൻഗ്രീഡിയൻസ് ചിലത് ഇപ്പം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയുടെയൊക്കെ ഭയങ്കര സ്ട്രിഞ്ചൻ ടെസ്റ്റ് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് അവരുമായിട്ട് ആ ഇതിലെല്ലാം മാച്ച് ആവുന്നില്ല എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ അത്. അങ്ങനൊരു ലൈസൻസ്ഡ് അതോറിറ്റിയിലേക്ക് ചെല്ലുന്നതിന് മുന്നേ നമ്മൾ പേഴ്സണലി ഇത് ഉണ്ടാക്കി നോക്കണ്ടേ? അപ്പോൾ നിങ്ങൾ പേഴ്സണലി അങ്ങനെ കുറേ ട്രൈ ചെയ്തിരുന്നോ? ഇല്ല, അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം നമ്മൾ നാട്ടിലെ ഫേമസ് പാട്ടുകാരൊക്കെ ആയിട്ട് പലരായിട്ട് സംസാരിച്ചു. അപ്പോൾ ഏകദേശം ഒരു ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്കും മനസ്സിലായി ഏകദേശം ഓക്കെ ഇന്നതായിരിക്കും നമ്മൾ ചെയ്യാൻ പോണെന്നത്. പിന്നെ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ
ഇപ്പം നാട്ടിൽ ആവശ്യമില്ലാത്ത ഇപ്പം നാട്ടിൽ പറയില്ല ചിലർ ബാറ്ററി ഇടും അങ്ങനെ ഇടും, അതൊന്നുമില്ല. അപ്പം ചിലർക്ക് ഒത്തിരി മിഥ്യാധാരണകളുണ്ട് ആൽക്കഹോളിനെ കുറിച്ച്. അപ്പം നമ്മൾ ആ കൊമേഴ്ഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ആദ്യം പ്രൊഡ്യൂസ് ചെയ്തത് ഏത് ഡിസ്റ്റിലറി ആണ്? നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് ലാസ്ട്രോ എന്ന് പറഞ്ഞിട്ട് ടൊറൻറ്റോയിലുള്ള ഡിസ്റ്റിലറിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വന്തം ഡിസ്റ്റിലറിയിലേക്ക് മാറിയല്ലേ? ഇല്ലില്ല, നമ്മൾ ഇപ്പോഴും ഇത്ര നാളും അവിടെ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു വൈനറി ഡിസ്റ്റിലറി എല്ലാം നമ്മൾ ബേഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ബേഫീൽഡ് ബെറി ഫാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ മാസം മുതൽ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി അവിടെ. അതൊരു 87 ഏക്കർ പ്രോപ്പർട്ടിയാണ്, ലേക്കിൻ്റെയൊക്കെ സൈഡിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈനറി ഡിസ്റ്റിലറി എല്ലാം. നമ്മുടെ അടുത്ത് ഇവിടെ വന്നപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമാണ്, എല്ലാവർക്കും അത് എക്സ്പീരിയൻസ് ചെയ്യണം, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് കാണണമെന്നുള്ള രീതിയിൽ. അപ്പം നമ്മളിങ്ങനെ വി ആർ ലുക്കിംഗ് ഫോർ എ പ്ലേസ് ലൈക്ക് ദസ്. നമ്മൾ നയാഗ്ര ഏരിയയിലൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അവസാനം ദിസ് പ്രിറ്റി ഗുഡ് പ്ലേസ്, റൈറ്റ്? ലൈക്ക് നമ്മളൊരു കോട്ടേജ് ഏരിയയാണ് ഒണ്ടാരിയോയുടെ ലേക്ക് ഹുറോണിൻ്റെ സൈഡിൽ തന്നെ. ഒരു കൗണ്ടി സൈഡ് ആണോ? യാ, വെരി കൺട്രി സൈഡ്. ഗോഡ്രിച്ച് എന്ന് പറഞ്ഞ ബ്യൂട്ടിഫുൾ ബീച്ച് ടൗൺ ആണ്. അതിൻ്റെ അടുത്ത് തന്നെ ബേഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സമ്മറിൽ US നിന്നുള്ള ഒത്തിരി സെയിൽ ബോട്ടുകൾ വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു സമ്മർ കോട്ടേജ് ഏരിയ അത്. ശരിക്കും മന്ദാകിനി എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിം കൊടുക്കുന്നതിന് മുന്നേ വേറെ ബ്രാൻഡ് നെയിം ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ആദ്യം മലബാറി വാറ്റെന്ന് ഇടാൻ നോക്കി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് കുറച്ചുകൂടെ ഒരു നമുക്ക് കുറച്ചുകൂടി ഒരു ബ്രോഡ് സ്പെക്ട്രത്തിൽ പോകാനുള്ള പിന്നെ കുറച്ച് കണക്റ്റിംഗ് ഫാക്ടേഴ്സ്. ഇപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നോർത്ത് ഇന്ത്യയിലേക്കോ ആക്സസ് കിട്ടും. പിന്നെ മന്ദാകിനി എന്നുള്ളൊരു പേര് മലയാളികൾക്ക് മാത്രമല്ല, മൊത്തം സൗത്ത് ഏഷ്യയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേരാണ്. അപ്പോൾ ശ്രീലങ്കയിലാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും നേപ്പാളിലാണെങ്കിലും മന്ദാകിനി എന്നുള്ളൊരു പേര് വർക്കാവുന്ന തന്നെയാണ്. അപ്പോൾ ഈ വാറ്റെന്ന് നമ്മുടെ നാട്ടിൽ പറയുമ്പോഴും അതുപോലെ തന്നെയാണ് ദേശീയദാരുവും. ഒരു വളരെ മോശമായ പേരുള്ള ഒരു ലിക്വിഡ്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വാറ്റിനെ അപ്ലിഫ്റ്റ് ചെയ്യണതിനൊപ്പം തന്നെ ഇന്ത്യയുടെ മൊത്തം ഒരു ലിക്വിഡായിട്ട് ആ ഒരു കള്ളായിട്ട് നമ്മൾ മന്ദാകിനിയെ കൊണ്ടുവരാൻ പറ്റും. അത് പയ്യെ ആദ്യം മലയാളികളെ ഏറ്റെടുത്തു, ഇനി അടുത്ത അതുകൊണ്ടാണ് നമ്മൾ ആ 5 ലാംഗ്വേജ് കോമ്പിനേഷൻ കൊണ്ടുവന്നത്. അത് മലയാളം, തമിഴ്, തെലുങ്ക്, പഞ്ചാബി, ഹിന്ദി 5 ലാംഗ്വേജസ്. അവരാണ് മെയിൻ നമ്മുടെ നാട്ടിൽ കള്ളു കുടിക്കുന്ന ആൾക്കാർ. സൗത്ത് ഇന്ത്യ എന്ന് പറയുമ്പോൾ തമിഴ്, തെലുങ്കൻ, മലയാളി, കന്നഡ ഇവർ കൂടിയിട്ട് കുടിക്കുന്ന കള്ളെന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ കൺസംഷനിൽ ഏറ്റവും ഹൈ ആണ് ആക്ച്വലി. ഇൻഫാക്റ്റ് ഞാൻ കേട്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡിയുടെ കൺസംഷൻ ഫ്രാൻസ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ കൺസംഷനുള്ള നമ്മുടെ ആ സൗത്ത് ഇന്ത്യയിലാണ്. ശരിക്കും മലബാരി 60 വാറ്റ് അല്ലെങ്കിൽ മലബാരി വാറ്റ് എന്നായിരുന്നു ഫസ്റ്റ് നെയിം അല്ലേ? മലബാറി വാറ്റ് എന്ന് മാത്രം. പിന്നെ അപ്പോൾ മലബാറി വാറ്റ് ഒരു കാറ്റഗറി ആക്കി നമ്മൾ കൊണ്ടുവരികയായിരുന്നു. നമ്മൾ സ്കോച്ച് എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. സ്കോച്ച് വാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന സാധനം വാറ്റ്. ഇപ്പോൾ സ്കോച്ച് എന്ന് പറയുമ്പോൾ സ്കോട്ട്ലൻഡിൽ ഉണ്ടാക്കുന്ന സാധനമാണ് സ്കോച്ച്, വിസ്കിയാണത്. അപ്പോൾ ആ ഒരു നമ്മുടെ നാട്ടിലെ ആ ഒരു ഫ്ലേവറിൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഓക്കെ. മന്ദാകിനി എന്ന് പറയുന്ന ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ വാറ്റാണ്. ഇത് കേരളത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു മന്ദാകിനി എന്നൊരു ബ്രാൻഡ് ഉണ്ടാവുമോ? കേരളത്തിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴും ലോസ് പലതും, എക്സൈസ് ലോസ് പലതും നമ്മൾ ബ്രിട്ടീഷുകാർ അന്ന് ഉണ്ടാക്കിയ എക്സൈസ് 47 മുമ്പ് ഉണ്ടാക്കിയ എക്സൈസ് ലോസാണ്. അത് പലതും നമ്മുടെ നാട്ടിലെ കള്ളുകൾ ലീഗലാക്കാതിരിക്കാൻ വേണ്ടി അന്ന് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് റൂൾസാണ്. അത് എനിക്ക് തോന്നുന്നത് ഇതുവരെയായിട്ടും അത് മാറ്റേണ്ട കാലം മാറിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ബ്രിട്ടീഷുകാർ അതെല്ലാം പണ്ടേ മാറ്റി, എന്നിട്ട് അവിടെ സ്കോച്ച് ഉണ്ടാക്കി അവർ നമുക്ക് പ്രീമിയമായിട്ട് വെക്കുന്നു. ഇപ്പോൾ ജോണി വാക്കർ, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ മന്ദാകിനിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ ദുബായ് ഡ്യൂട്ടി ഫ്രീ പോയി നേരെ പോയി 2 ജോണി വാക്കർ ബ്ലാക്ക് മേടിച്ച് തിരിച്ച് അപ്പനും അനിയനും വീട്ടുകാർക്കെല്ലാം മേടിച്ചു കൊണ്ടുവരുന്ന മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ ജോണി വാക്കറുമായിട്ട് ഇത്ര കണക്റ്റഡാണ്. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല.
അത് ജോണി വാക്കറിനും അറിയാം, അതിൻ്റെ പേരൻറ് കമ്പനിയായ ഡിയാജിയോയ്ക്കും അറിയാം. അവർ ഏറ്റവും കൂടുതൽ അഡ്വർടൈസിങ് കാശ് മുടക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ ഇടയിലാണ്, ജോണി വാക്കറിന്. നമ്മളും ജോണി വാക്കറുമായിട്ട് അത്ര ഭേദ്യമായ ബന്ധം. അതെങ്ങനെ സംഭവിച്ചതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലെ കള്ളുണ്ടാക്കാനുള്ള നിയമങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരുടെ നാട്ടിലെ അവൻ ഉണ്ടാക്കുന്ന സ്കോച്ച് വിസ്കി പ്രീമിയം ലേബലിൽ അവൻ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കുന്നു. അത് മനസ്സിലാവുന്നില്ല എനിക്ക്. അപ്പം അതിന്ന് നമ്മുടെ നിയമം ഉണ്ടാക്കുന്നവരും അല്ലെങ്കിൽ ബ്യൂറോക്രാറ്റ്സിനും മനസ്സിലാവുന്നു. എനിക്ക് തോന്നുന്നത് മാറ്റപ്പെടുന്നതാണ്, സ്ലോലി മാറ്റപ്പെടും. ഈവൻ നമ്മളിപ്പോൾ മന്ദാകിനി ലോഞ്ച് ചെയ്തേ പിന്നെ നാട്ടിലെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പല മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഫ്രൂട്ട് വൈൻസ് ലീഗലാക്കി, ഫ്രൂട്ട് ബ്രാൻഡികൾ ലോഞ്ച് ചെയ്യുന്നു, കോഓപ്പറേറ്റീവ്സ് ഇപ്പോൾ കണ്ണൂരിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിയമങ്ങൾ മാറണം, പയ്യെ മാറുള്ളൂ. ഇപ്പോൾ മാറ്റാൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടൊന്നും വേണമെന്നില്ല. ഇപ്പോൾ ഗോവ എത്രത്തോളം മാറിയിട്ടുണ്ട്, ഗോവയിൽ ഒത്തിരി കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ മാറണം, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ മാറണം, കള്ളിനെ കുറിച്ചുള്ള ആ ഒരു അഭിപ്രായം മാറണം, കള്ളു കുടിക്കുന്നവരുടെ സ്വഭാവം മാറണം, കുടിക്കുന്ന രീതി മാറണം. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മാറാനുണ്ട്. കള്ളു കുടിക്കുന്നവർ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ മോസ്റ്റ്ലി പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിച്ച് വീട്ടിൽ വന്ന് അടിയുണ്ടാക്കുന്നു എന്നുള്ള പ്രശ്നം, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ കള്ളു കുടിച്ച് കഴിയുമ്പോൾ നമ്മുടെ സമൂഹവും മാറും. അപ്പോൾ മാറ്റങ്ങൾ സംഭവിക്കുന്ന പല തലത്തിൽ സംഭവിക്കണം മൊത്തമായിട്ട്. ഇതിന്റെ റെസിപ്പി, അതായത് മന്ദാകിനി ബ്രാൻഡിന്റെ റെസിപ്പി എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഈ പറഞ്ഞ മാതിരി 250 ബോട്ടിൽ എനിക്ക് വേണമെങ്കിൽ ആദ്യം ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അന്ന് ഇപ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ആൾക്കാർ ഈ ബ്രാൻഡ് അറിയും എന്നുള്ള കാര്യം. ഇന്ന് എനിക്ക് വേണമെങ്കിൽ ലോകം എമ്പാടുമുള്ള മലയാളികൾക്ക് മന്ദാകിനി എന്നുള്ള ബ്രാൻഡ് അറിയാം. കിട്ടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്നെ ചിലർ ഇൻസ്റ്റഗ്രാമിൽ വിളിച്ച് തെറിവരും പറയും, നിങ്ങൾ ചുമ്മാ ഇവിടെ പോസ്റ്റ് ചെയ്യണേ, ഞങ്ങൾക്ക് ഈ കുപ്പിയൊന്നും കിട്ടണം എങ്ങനെയാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബ്രാൻഡ് വൈറലായി കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് വാട്സപ്പായിട്ട് അയച്ചുകൊണ്ടിരുന്ന ഇങ്ങനൊരു സാധനം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു വ്യാഴാഴ്ച ഞാൻ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ അത് ന്യൂസായിട്ട് വരികയാണ്. അവരുടെ ന്യൂസ് എങ്ങനെയാണ്, ഇങ്ങനെ കാനഡയിൽ ആരോ ഒരാൾ മലയാളിയാണെന്ന് അവർക്ക് തോന്നി ലോഞ്ച് ചെയ്തിട്ടുണ്ട്, വാറ്റ് ലീഗലായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ആരാന്ന് അറിയാൻ പാടില്ല അവർക്ക്. അപ്പോൾ അങ്ങനെയാണ് ന്യൂസ് വന്നത്. അത് ഭയങ്കര വൈറലായി. അപ്പം നമ്മൾ ഇത് അറിയണതിന് മുമ്പ് സംഭവം വൈറലായി. അപ്പോൾ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഉണ്ടാക്കിയ ബോട്ടിലെല്ലാം പെട്ടെന്ന് തീർന്നു പോയി. അടുത്ത ബാച്ച് ഉണ്ടാക്കാൻ ഈ പറഞ്ഞ ഒരു 3-4 ആഴ്ച വേണം. ആൾക്കാർ ഡിസ്റ്റിലറിയിൽ വന്ന് ക്യൂ നിൽക്കും. അതും കോവിഡിൻ്റെ ടൈമിലാണ്. അപ്പോൾ അങ്ങനെയൊരു കൂടി അപ്പോൾ ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് കുറേ മീഡിയ ഇൻ്റർവ്യൂസ് വന്നു. അതിൻ്റെ ഇടയ്ക്ക് റോ മെറ്റീരിയൽസ് റെഡിയാക്കണം, ബോട്ടിൽസ് വേണം. കൂടി ഒരു അങ്കാളിപ്പായിരുന്നു. ഒരാഴ്ചത്തേക്ക് എനിക്ക് വേണമെങ്കിൽ ഉറങ്ങിയിട്ടില്ലാന്ന് തോന്നി. ശരിക്കും ഇത് തനി നാടൻ വാറ്റ് തന്നെയാണോ? അതിൻ്റെ ഒരു ഇൻഡസ്ട്രിയൽ വേർഷൻ ആണോ മന്ദാകിനി? അങ്ങനെ പറയാം നമുക്ക്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വാറ്റെന്ന് പറയാൻ ഒരു സ്പെസിഫിക് സാധനമില്ല. നാട്ടിലെ ബേസ് എന്ന് പറഞ്ഞാൽ ശർക്കര എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതിൻ്റെ അത് ആൾക്കാർക്ക് തോന്നുന്ന സാധനമല്ല അതിൻ്റെ അകത്തേക്ക് ഇടും. പക്ഷേ അതിൽ പലതും വേണമെന്നില്ല ഇപ്പുറത്ത് നീരാവിയായിട്ട് കള്ള് വരാൻ വേണ്ടിയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും നീരാവിയായിട്ട് വരില്ലല്ലോ. നീരാവിയായിട്ട് വന്നത് കള്ള് മാത്രമേ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ മണവും ഗുണവും ഒക്കെ ഉള്ള കണക്റ്റ് ആവുന്ന രീതികൾ അപ്പോൾ നമ്മൾ പല പ്രാവശ്യം ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ബേസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പിരിറ്റ് ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ആൽക്കഹോൾ പെർസെൻറ്റേജ് കുറച്ച് ഹയർ വാല്യൂ ആയിരിക്കുമല്ലോ. ശരിക്കും ആ ഹയർ വാല്യൂയിൽ നിന്നും ഇന്നിപ്പം മന്ദാകിനി അവൈലബിൾ ആയിട്ടുള്ള 2 ആൽക്കഹോൾ പെർസെൻറ്റേജ് അല്ലേ ഉള്ളത്? ഒന്ന് 45, 3 ഉണ്ട്. നമ്മുടെ ഫ്ലേവേർഡ് വേർഷൻസ് എല്ലാം 40 ആണ്. ഒറിജിനൽ 46, എന്നിട്ട് പിന്നെ ഉള്ളത് 65%. ശരിക്കും ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഇത്രയും ഹയർ പെർസെൻറ്റേജ് ഓഫ് ആൽക്കഹോൾ സ്പിരിറ്റിൽ നിന്നും ഈ ലോവർ പെർസെൻറ്റേജിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? അപ്പം നമ്മൾ വെള്ളം ആഡ് ചെയ്യും. 40% ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ബാക്കി 60% വെള്ളമാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോട്ട് സ്റ്റിൽ ഡിസ്റ്റിലേഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോട്ട് സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഇൻഡസ്ട്രിയൽ വേർഷൻ ഓഫ് നമ്മുടെ നാടൻ വാറ്റ്. ഒരു കലം ഇപ്പോൾ നാടൻ വാറ്റ് ഇങ്ങനെ ഒരു മൺകലം കമത്തി ഒരു
കലം വെക്കുന്നു, അതിൻ്റെ മുകളിൽ വേറൊരു മൺകലം കമത്തി വെക്കുന്നു, ആ കമത്തി വെച്ച കലത്തിലേക്ക് ഒരു ഓട്ട ഇടുന്നു, ഒരു എന്താ പറയുക നമ്മുടെ ട്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈറ്റ അല്ലെങ്കിൽ എന്നാ പറഞ്ഞ ബാമ്പു ഒരു ട്യൂബ് വെച്ചാൽ മതി. അതായത് തിളപ്പിക്കുമ്പോൾ വരുന്ന നീരാവി കണ്ടൻസ് ആയിട്ട് ഇപ്പുറത്തേക്ക് എടുക്കുന്നു. അതാണ് ആൽക്കഹോളിന്റെ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ്. അതിന്റെ ഒരു ഇൻഡസ്ട്രിയൽ വേർഷൻ അല്ലേ? അതിന്റെ ഇൻഡസ്ട്രിയൽ വേർഷൻ ആണ്. അപ്പൊ അതിന്റെ അതാണ് നമ്മൾ പോട്ട് സ്റ്റിൽ എന്ന് പറയുന്നത്. ആ ഒരു കോപ്പറിന്റെ പോട്ടില്ലേ, എന്നിട്ട് ഒരു ആനയുടെ കൊമ്പ് മാതിരി ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഹിസ്റ്ററി നോക്കുമ്പോൾ എനിക്ക് തോന്നണേ ഇത് ഇത് വെള്ളക്കാരന്റെ റിസർച്ചാണ്. അതിൽ പറഞ്ഞ ഇന്ത്യയിലാണ് ഈ ഡിസ്റ്റിലേഷൻ, ഈ പോട്ട് സ്റ്റിൽ ഡിസ്റ്റിലേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. അവരന്ന് പഴയ ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോൾ ഹാരപ്പൻ കൾച്ചർ അതിൽ നിന്നൊക്കെ അവർ കണ്ടെടുത്തിട്ടുണ്ടെന്നാണ് അവരന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എലിഫൻറ്റ് ഹെഡ് സ്റ്റിൽ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ആനയുടെ തല മാതിരി ആ ഒരു ഈ സ്കോച്ച് വിസ്കിയുടെ ഒക്കെ കാണുമ്പോൾ അറിയാം, അങ്ങനെ കോപ്പർ പോട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു വലിയ മകുടം വന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ചെറിയ ട്യൂബ് വന്ന മാതിരി. അപ്പോൾ ശരിക്കും ഒരു ആനയുടെ തല അങ്ങനെയല്ലോ, വലിയ തലേന്ന് നിന്ന് ഇങ്ങനെ ഒരു തുമ്പിക്കായി നിൽക്കുന്ന മാതിരി ആ രീതിയിലാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ആ ഒരു ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൻ്റെ അപ്പോൾ അതാണ് കുറച്ചുകൂടെ ഫ്ലേവറായിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ മൊളാസസ് വെച്ചിട്ട് നമ്മൾ ഫെർമെൻറ്റ് ചെയ്തിട്ട് അതിനെ ഒന്ന് സ്റ്റില്ല് ചെയ്തെടുക്കും. എന്നിട്ടൊരു സെക്കൻഡ് സ്റ്റില്ല് നമ്മളൊരു 90-95% ആൽക്കഹോളിലേക്ക് പോകും. കാരണം വെച്ചാൽ അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസ് കളയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം മെത്തനോൾ ഞാൻ പറഞ്ഞല്ലോ, മെത്തനോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ വാറ്റുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മെത്തനോൾ കാര്യമായിട്ടുണ്ടാവും. വീട്ടിൽ വാറ്റുമ്പോഴും ഇത് തന്നെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ടൈം വാറ്റി കഴിയുമ്പോൾ ആൽക്കഹോൾ കുറച്ചുകൂടെ പ്യൂർ ആവും, 95%. എന്നിട്ട് നമ്മളതിനെ ബ്ലെൻഡ് ചെയ്ത് തിരിച്ച് 46-ലോ 65-ലോ 40-ലോ ആക്കുകയാണ് ചെയ്യുന്നത്. മന്ദാകിനി എന്ന ബ്രാൻഡ് ശരിക്കും ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? വൈറ്റ് റം ആണോ അതോ അരാക്കാണോ? നമുക്ക് വൈറ്റ് റം എന്ന് വേണമെങ്കിൽ കൂടുതൽ പറയാം. പക്ഷേ ഈ അരാക്ക് എന്നുള്ള വേർഡ് ഞാൻ റിസർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മിസ്പ്ലേസ്ഡ് ആണ്. ഇപ്പോൾ അരാക്ക് ശ്രീലങ്കയിൽ പറഞ്ഞ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സിലോൺ അരാക്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നത് നമ്മുടെ തെങ്ങുകളില്ലേ, തെങ്ങുകളിൽ ഒരു ഫെർമെൻറ്റ് ചെയ്തിട്ട് അതിനെ ഡിസ്റ്റിൽ ചെയ്തിട്ടാണ് ഈ സിലോൺ അരാക്ക് ഉണ്ടാക്കുന്നത്. അതേസമയത്ത് ലെബനണിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ അനീസ് ഇല്ലേ, അതായത് നക്ഷത്രം നമ്മുടെ മസാലയിൽ ഇടുന്നത്, ആ സാധനം വെച്ചിട്ടാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ അനീസീഡ്, ചിലയിടത്ത് അനീസീഡ് ലിക്കർ എന്ന് പറയും. പലയിടത്തും പല പേരാണ്. അപ്പോൾ അരാക്ക് ഭയങ്കര ഒരു വെരി മിസ്പ്ലേസ്ഡ് സാധനമാണ്. റം എന്നുള്ള ഒരു ജനറൽ കാറ്റഗറി ഉദ്ദേശിക്കുന്ന റമ്മ് ഇവർ പറയണ ഷുഗർ കെയിൻ ബേസ്ഡ് ചെയ്യുന്ന എന്തുണ്ടാക്കിയാലും തന്നെ റം എന്നുള്ളത്. അതിപ്പോൾ ശർക്കരയിൽ നിന്നാവാം, ഈ ഷുഗർ എടുത്തു കഴിഞ്ഞിട്ടുള്ള ബാക്കി വന്ന മൊളാസസിൽ നിന്നാവാം. ആകെയുള്ള വ്യത്യാസം ബ്രസീലിലെ കഷാഷ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ സാധനം ഷുഗർ കെയിൻ ജ്യൂസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാറ്റെന്ന് പറയണത് വാറ്റെന്ന് തന്നെ പറയാം. എന്തിനാണ് നമ്മൾ റമ്മെന്ന് പറയണത്? അപ്പോൾ പക്ഷെ കണക്റ്റഡ് ഷുഗർ കെയിൻ ബേസ്ഡ് ആണ്. സോ അത് വൈറ്റ് റം കാറ്റഗറിയിൽ വരും. വൈറ്റ് റം വൈറ്റ് റം ഇപ്പോൾ എഗെയിൻ വൈറ്റ് റം ഇപ്പോൾ കാനഡയിൽ വൈറ്റ് റം എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കൊല്ലം ഏജ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒത്തിരി ഫോക്കസ് ചെയ്തേക്കണേ വാറ്റ് ആ ഡിസ്റ്റിൽ ചെയ്ത് അപ്പം തന്നെ എടുക്കുക എന്നുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഡിസ്റ്റിൽ ചെയ്ത് അപ്പം തന്നെ എടുക്കുമ്പോൾ അതിനൊരു ചെറിയൊരു പുളിയുണ്ട്, ഒരു മണം വ്യത്യാസമാണ്, ഒരു ഫ്രഷ് മണമുണ്ട്. അത് നമ്മൾ ഏജ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് അത് പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നത് ഏജ് ചെയ്ത് വെള്ളക്കാർക്ക് പുളി ഇഷ്ടമല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഇന്ത്യൻ കറികൾക്കെല്ലാം നല്ല പുളിയുണ്ട്, ഇവർക്ക് ആ പുളി ഇഷ്ടമല്ല. അപ്പം അതാണ് ഇവർ ആ എന്നാ പറയണേ ബാരൽ യൂസ് ചെയ്തിട്ട് അതിന് ആ പുളി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മന്ദാകിനി ഉണ്ടായ സമയത്ത് ഫസ്റ്റ് ആ സിപ്പ് എടുക്കുന്നത്, ഇപ്പം നിങ്ങൾ ഇത്രയും ഒരു ലോഞ്ച് ചെയ്യുമ്പോൾ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ആരാ? അത് എൻ്റെ ബ്രദറാണ്, ഏലിയാസ്. ഇപ്പോഴും പുള്ളിയാണ് ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ ഓരോ ബാച്ചും ചെയ്യുമ്പോൾ ഒഫീഷ്യൽ ടേസ്റ്റ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ കള്ള്, ഇപ്പോൾ അതിപ്പോൾ കള്ളിൽ മാത്രമല്ല ചായയിലും ടേസ്റ്റ് ചിലർക്ക് ആ പ്രൊഫൈൽ കറക്റ്റ് കിട്ടും. ചെറിയ മാറ്റം ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും മണത്തിൽ ഇതിലൊക്കെ. എനിക്കിപ്പോഴും അവൻ്റെ അത്രയും ഇപ്പോൾ ഏലിയാസിൻ്റെ അത്രയും എത്തിയെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പക്ഷെ എന്നാലും പുള്ളിക്കാണ് ശരിക്കും ആ ഇന്നത് ഓക്കെ ഇത് കെൻഡക്കി വിസ്കിയുടെ ഒരു പ്രൊഫൈലാണ്. അത്രയും അവന് എനിക്ക് വേണം LCBയോടുള്ള എല്ലാ കള്ളിൻ്റെ ഏകദേശം ടേസ്റ്റ് അറിയാം. നിങ്ങൾ ആ പോയ ഡിസ്റ്റിലറിയുടെ പുള്ളിയുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്തായിരുന്നു? പുള്ളി ഞെട്ടിപ്പോകാൻ കാരണം വേറെ ഒന്നുമല്ല, കോവിഡിൻ്റെ ടൈമായിരുന്നു.
പുള്ളി ഡിസ്റ്റിലറി തുടങ്ങിയിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ അത്യാവശ്യം 1-2 വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് ലൈനപ്പ് കണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കോവിഡിൻ്റെ ടൈമായിട്ട് ആ 3 മീറ്റർ ഡിസ്റ്റൻസിൽ ലൈനപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ പുള്ളിയുടെ സ്റ്റോറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് റോഡ് വരെയും വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ അയലക്കത്തുള്ള ബിസിനസ്സുകാരെല്ലാം വന്ന് ചോദിക്കാൻ തുടങ്ങി, കോവിഡിൻ്റെ സമയത്ത് ഇത്ര വലിയ. അപ്പം അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ എല്ലാ ബിസിനസ്സുകാരും എല്ലാവരും അറിഞ്ഞു ഇങ്ങനെ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തതെല്ലാം. എങ്ങനെ ഫസ്റ്റ് സെയിൽസ് എങ്ങനെയായിരുന്നു? ത്രൂ ഡിസ്റ്റിലറി ത്രൂ മാത്രമാണ്. ഡിസ്റ്റിലറി ത്രൂ മാത്രമാണ്. ഈ വാട്സപ്പ് വഴിയൊക്കെ വിറ്റു എന്നൊരു കഥയുള്ളത്, അത് എന്താണ്? ഇല്ല, വാട്സപ്പ് വഴി വിറ്റതല്ല. അപ്പോൾ ഞാൻ മന്ദാകിനിയിൽ നിന്ന് ഉണ്ടാക്കിയ അല്ല, നമ്മൾ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്തു. ബ്രാൻഡ് ലോഞ്ച് ചെയ്താൽ നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ നമ്മൾ വലിയ ബ്രാൻഡാണെങ്കിൽ നമ്മൾ വലിയൊരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ നടത്താം. ഇല്ലെങ്കിൽ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ആദ്യം ബ്രാൻഡ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യം ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ വിൽക്കുക എന്നുള്ളതല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം ഞാനിങ്ങനെ വാട്സപ്പിൽ അയച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് ആദ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാം ലീഗൽ പ്രൊസീജിയറിലാണ് ചെയ്തേക്കണേ. ഞാനൊരിക്കലും ചിന്തിച്ചില്ല ആൾക്കാർ ഇത് ഇല്ലീഗലായിട്ട് ഉണ്ടാക്കിയിട്ട് വെക്കണേ എന്നുള്ള അവർ ചിന്തിച്ചു എന്ന്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു എന്ന് തോന്നുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പോസ്റ്റൊക്കെ പെട്ടെന്ന് മാറ്റി നമ്മൾ ലൈസൻസ്ഡ് പ്ലേസിലാണ് ഉണ്ടാക്കിയെന്നുള്ളതൊക്കെ കൊടുത്തു. ആദ്യം ശരിക്കും ചിന്തിച്ചത് അഭീഷ് മറ്റേ കാനഡയിൽ വന്നിട്ട് വാറ്റ് തുടങ്ങി എന്നുള്ളത്. നമ്മൾ വാറ്റി വിൽക്കുക എന്നുള്ള രീതിയിലാണ് പലരും വിചാരിച്ചത്. അതാ ശരിക്കും നാട്ടിലാ കഥ എത്തുമ്പോൾ വേറെ രീതിയായിരിക്കും. കാനഡയിൽ കഷ്ടപ്പെട്ടിട്ട് ഇപ്പം വാറ്റൊക്കെ വിറ്റ് ജീവിക്കുകയാണെന്നുള്ളത്. ഈ അച്ഛനും അമ്മയ്ക്കും ട്രൈ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടോ മന്ദാകിനി? അവർ പപ്പ ഇപ്പം ഇല്ല, പപ്പ മരിച്ചു പോയി. മമ്മി ആദ്യമൊക്കെ വളരെ നമ്മൾ ലോഞ്ച് ചെയ്യണതിന് മുമ്പ് അതെങ്കിലും ലോഞ്ച് ചെയ്ത് തുടങ്ങിയപ്പോഴും എന്തിനാണ് ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയെന്നുള്ള രീതിയിലുണ്ടാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഒരു ഭയങ്കര ഒരു മിഥ്യാധാരണയുണ്ട് കള്ളിനെ കുറിച്ച്. അപ്പോൾ പിന്നെ അവർക്ക് മനസ്സിലായി ഇത് ബ്രാൻഡാണ്, ഒരു ബിസിനസ്സാണ്. പിന്നെ നമ്മൾ ഏറ്റവും നന്നായ രീതിയിലുള്ള കള്ള് കൊടുക്കാനും അതുപോലെ തന്നെ കള്ളിനെ ചുമ്മാ പ്രൊമോട്ട് ചെയ്യുകയല്ല, ആ കള്ള് കുടിക്കേണ്ട രീതികൾ മാറേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ശരിക്കും ഈ LCBOയിലേക്ക് ഒരു ബ്രാൻഡ് ഇവിടെ പ്ലേസ് ചെയ്യണമെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. LCBOയിൽ എങ്ങനെ ഇത് നിങ്ങൾ പ്ലേസ് ചെയ്തു? നമ്മൾ LCBOയിൽ ഒത്തിരി സമയം എടുത്തു അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നീ തന്നെ ചിന്തിച്ചു നോക്കും പെട്ടെന്ന്. അതായത് ലോകത്ത് ഉള്ള കള്ളുകൾ റമ്മ്, വിസ്കി, വോഡ്ക, ജിന്ന്, അങ്ങനെ കുറേ കള്ളുകളുണ്ട്, അരാക്ക്, ഇതെല്ലാം. നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് പറയാണ് വാറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല. അപ്പോൾ ഇത് നമ്മൾ ഏറ്റവും രസമുള്ളത്, നമ്മൾ US നമ്മൾ കള്ള് കൊണ്ടുപോയി എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ അപ്രൂവൽസ് വേണം, TTBയുടെ FDA TTB ഒക്കെ. അപ്പോൾ അവരുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ച കാര്യം ഇത് എന്നാ സാധനം അത്. അപ്പോൾ നമ്മൾ ഫുള്ള് ഡിസ്ക്രിപ്ഷൻ കൊടുക്കണ്ടോ, എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണ് ഇതിൻ്റെ പ്രോസസ്സ്. പിന്നെ ചോദ്യം എന്തിനാണ് 5 ലാംഗ്വേജ്, അത് തന്നെ എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ലോയറെ വെച്ചിട്ട് ആ കംപ്ലീറ്റ് 5 ലാംഗ്വേജിൻ്റെയും ട്രാൻസ്ലേഷൻ കൊടുത്തു. അപ്പോൾ അതെല്ലാം വലിയ പ്രൊസീജിയറാണ്. പക്ഷേ അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇങ്ങനെ റമ്മെന്നോ എന്തെങ്കിലും വിളിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എന്തുകൊണ്ട് നമ്മൾ വാറ്റുന്ന വിളിക്കുന്നു, നമ്മുടെ ആ ഒരു ഹിസ്റ്ററിയുടെ നമ്മളെന്തായിരുന്നു മലയാളികൾ 1000 കൊല്ലം മുമ്പ് എന്നുള്ള ആ ഒരു ഇത് മനസ്സിലാക്കിയപ്പോൾ അത് നമ്മൾ തിരിച്ച് കാണിക്കേണ്ടതായിട്ട് എനിക്ക് തോന്നി. നമ്മൾ ആരുടെക്കാളും കുറവല്ലായിരുന്നു, നമ്മുടെ ലോകത്തിൻ്റെ ഏറ്റവും ഒരു കേന്ദ്രബിന്ദുവായ സ്ഥലമാണെന്നു തോന്നിയപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആ കള്ള് വന്നു എന്നുള്ളത് നമ്മൾ ശക്തമായി തന്നെ പറയണം. അത് ചിലപ്പോൾ 10 കൊല്ലം എടുക്കുമായിരിക്കും, അതിന് നമ്മൾ ഓക്കെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ വാറ്റെന്നുള്ളത് തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് ഫ്രണ്ട് സർക്കിളാണെന്ന് പറഞ്ഞല്ലോ. ഇത് ഇവിടുത്തെ ആൾക്കാർ കനേഡിയൻസ് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവർ പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അവർക്ക് ചിലർക്ക് ഈ പുളി ഇഷ്ടമല്ല. അപ്പോൾ പക്ഷെ ചിലർക്ക് ഇഷ്ടമാണ്. മൂൺഷൈൻ എന്നുള്ള കാറ്റഗറിയിൽ പറയുമ്പോൾ ഇവിടെ മൂൺഷൈൻ എന്നാണ് പറയണേ വാറ്റിന് ഇവിടുത്തെ രീതിയിൽ വെള്ളക്കാരുടെ ഇടയിൽ പറഞ്ഞത്. അത് ഓരോ നാട്ടിലും ഓരോ ഇൻഗ്രീഡിയൻസ് അവൈലബിൾ അനുസരിച്ചിട്ടാണ് അവർ വാറ്റണത്. ഇപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ അവർക്ക് അവൈലബിൾ ഉള്ള കോണാണ്. അപ്പോൾ കോൺ വെച്ചിട്ട് ഇവർ ഉണ്ടാക്കുന്നതിന് മൂൺഷൈൻ എന്നാണ് പറയണത്, കള്ളുണ്ടാക്കണേ. അപ്പോൾ അവരുടെ ഫസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടമായി, ചിലർക്ക് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് വെള്ളക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ള മന്ദാകിനിയുടെ ഫ്ലേവർ പൈനാപ്പിൾ മാംഗോ. അവർ അത്
പലയിടത്തുനിന്നും നമുക്ക് റിയാക്ഷൻ കിട്ടി. ഏറ്റവും കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ്. ആണല്ലേ. ശരിക്കും മന്ദാകിനി ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറിയപ്പോൾ എന്തൊക്കെ അവാർഡുകൾ മന്ദാകിനി കിട്ടിയിട്ടുണ്ട്? അപ്പോൾ അത് വലിയൊരു കാര്യമായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ചില ഫേസ്ബുക്ക് കമൻറ്റുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരുന്നത് വാറ്റിനെ ചുമ്മാ പേര് മാറ്റി ഇറക്കി അങ്ങനെയൊക്കെ. അപ്പോൾ അന്നേരമാണ് നമ്മുടെ യു എസിലെ ഡിസ്ട്രിബ്യൂട്ടറാണ് ആദ്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞത്, നിങ്ങളിങ്ങനെ കുറച്ച് അവാർഡ് ഇപ്പോൾ ഗ്ലോബൽ സ്പിരിറ്റ് അവാർഡ്സ് ഉണ്ട് ഒത്തിരി. അമേരിക്കയിലുണ്ട്, യൂറോപ്പിലുണ്ട്, പിന്നെ സിംഗപ്പൂരുണ്ട്. അപ്പോൾ വൈ ഡോണ്ട് യു ഗൈസ് അങ്ങനെ വിട്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യു എസ് എ സ്പിരിറ്റ് അവാർഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് 2021 നമ്മൾ സിൽവർ, അന്ന് 91 പോയിന്റ് ആണെന്ന് തോന്നുന്നു അന്ന് നമുക്ക് കിട്ടിയത്. അത് 89 പോയിന്റ്സോ അങ്ങനെയുണ്ട്. എന്തൊക്കെയാ അതിന്റെ കാറ്റഗറി അല്ലെങ്കിൽ മാൻഡേറ്ററി ആയിട്ടുള്ള അതിന്റെ ബെഞ്ച് മാർക്സ് അവർ ടേസ്റ്റ് ചെക്ക് ചെയ്യും, മൊത്തം ബ്രാൻഡിങ്, ബോട്ടിൽ, ലേബിൾ, ഡിസൈന് അതെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മൾ കാനഡയിൽ നിന്നുള്ള വന്ന ബ്രാൻഡുകളിൽ ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ഡിസൈനിങ്ങിൽ. ഓക്കെ, നമ്പർ 1. ടേസ്റ്റ് കാറ്റഗറി അങ്ങനെ ഓവറോൾ ഇതിലാണ് നമ്മൾ സിൽവർ കിട്ടിയത്. എല്ലാ വർഷവും ഇപ്പോൾ നടക്കുന്നുണ്ടോ? എല്ലാ വർഷവും ഉണ്ട്. മിക്കവാറും പുതിയ ബ്രാൻഡുകളും അതുപോലെ തന്നെ പഴയ ബ്രാൻഡുകൾ അവരുടെ ഒരു വേരിയൻറ്റോ അതും ഇതൊക്കെ. അപ്പോൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ റെമി മാർട്ടിൻ്റെയൊക്കെ ചില പുതിയ ബ്രാൻഡുകൾ നമ്മുടെ താഴെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതായത് വാറ്റ് ഒരിക്കലും സ്കോച്ചിന് താഴെയല്ല. നല്ല കള്ളുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പ്രോസസ്സിൽ നല്ല റെസിപ്പിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കള്ളാണ്. അത് സ്കോച്ചല്ല, ഏത് നല്ല ബ്രാൻഡിനും കിടപിടിക്കും. ഇപ്പോൾ ഷെഫ് പിള്ള മീൻകറി ഉണ്ടാക്കി എന്നാ പറയുന്നത് വിരാട് കോഹ്ലിക്ക് കൊടുക്കുമ്പോൾ ലൈക്ക് അപ്പോൾ നമ്മുടെ വീട്ടിൽ മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയും അത് പ്ലേസ് ചെയ്യുന്ന രീതിയും അതിനെ എങ്ങനെ ആ ഗ്ലോബൽ പ്രസന്റ് ചെയ്യുന്നത്, അതിൽ നമ്മൾ ഇത്തിരി മോശമായിട്ട് എനിക്ക് തോന്നി. അതിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം ഞങ്ങൾക്കും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി കേരളത്തിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് ആണെങ്കിലും ഇതാണെങ്കിലും. ഇപ്പോൾ സിമ്പിൾ കാര്യം, ഞാൻ കാനഡയിൽ ഒബ്സർവ് ചെയ്തൊരു കാര്യമാണ്. അതായത് ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഈ കാനഡയിൽ, അമേരിക്കയിൽ ഏത് കുഗ്രാമത്തിൽ പോയാലും ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. എന്നിട്ട് ആ ചൈനീസ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നീ ആ മെനു എടുത്ത് നോക്കണം. ആ മെനുവിൽ എഴുതിയേക്കണേ അവരുടെ ചൈനീസിൽ തന്നെയാണ് ആ മെനു എല്ലാം എഴുതി വെച്ചേക്കണേ. അപ്പോൾ ഇവിടുത്തെ പല വെള്ളക്കാർക്കും ആ മെനുന്ന് ഓർഡർ ചെയ്യാൻ അറിയാം. അവരുടെ കുങ്പാവ് ചിക്കനോ അല്ലെങ്കിൽ ചിക്കൻ ഷെൻഷു, എനിക്ക് തന്നെ പേര് കിട്ടൂല, ഇതെല്ലാം അവർക്ക് ഓർഡർ ചെയ്യാം. അല്ലാണ്ട് അവർ പോയിട്ട് അവരുടെ ചൈനീസ് പേരെല്ലാം മാറ്റി വേറെ പേര് ഇംഗ്ലീഷിലല്ല എഴുതി വെച്ചേക്കണേ. അപ്പോൾ കൾച്ചറിനെ സെല്ല് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അതിൽ അവന്മാർ മിടുക്കരായിട്ടാണ് എനിക്ക് തോന്നിയത് ചൈനീസ്. നമുക്ക് അതിനേക്കാളും വലിയ നല്ല കൾച്ചറുണ്ട്. നമ്മുടെ ആയുർവേദോ, നമ്മുടെ ഈ സ്പൈസസോ, നമ്മുടെ ബീഫ് കറി, നമ്മുടെ ബീഫ് ഫ്രൈ, അത് ഉമ്മാരെയൊക്കെ ടേസ്റ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഇത്രയും മസാലാസ് ഒരുമിച്ച് ചേർത്ത് ബീഫിനെ വേറൊരു ലെവലാക്കി എടുക്കുന്നത് വേറെ എവിടെയുള്ളത്? കേരളത്തിന് നല്ല രീതിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റും നമുക്ക് ഗ്ലോബൽ ലെവലിൽ. ഇനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ വാറ്റ് നമ്മൾ ലോഞ്ച് ചെയ്തപ്പോൾ എനിക്കറിയാമായിരുന്നു നമ്മുടെ പുറകെ കുറേ പേര് വാറ്റുമായിട്ട് വരും. ഇപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ UK നിന്ന് മണവാട്ടി, ഒറ്റക്കൊമ്പൻ, ഇവിടെ റൂസ്റ്റർ ഉണ്ട്, ഓസ്ട്രേലിയയിൽ വേറെ മണവാട്ടിയുണ്ട്. ഇവരെല്ലാവരും വന്നു. ഇവരുടെ എല്ലാ ലേബലും നോക്കിയോ, അവർ പലരും മന്ദാകിനിനെ ഡിറ്റോ കോപ്പി അടിച്ചാൽ വെച്ചേക്കണം. ആ ഒരു 5 ലാംഗ്വേജിൻ്റെ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ 5 ലാംഗ്വേജിൻ്റെ ആ ഒരു കോമ്പിനേഷൻ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോരം ഞാനും ഗ്രാഫിക് ഡിസൈനും കഷ്ടപ്പെട്ടു എന്ന് പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അത്രയും മനസ്സിലാവില്ല. അപ്പം ഞാൻ പുള്ളിയോട് പറയും എനിക്ക് ഈ 5 ലാംഗ്വേജ് ഫ്രണ്ടിൽ വേണം, അത് ഇന്ന ഫോണ്ട് സൈസ് വേണം. അപ്പോൾ പുള്ളിയുടെ കഷ്ടപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 ലാംഗ്വേജിൻ്റെ ഫോണ്ട് വേറെ ഫോണ്ടാണ്. ഈ ഫോണ്ടിനെ 5 എണ്ണവും സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് അതിനെ ഒരു ഇമേജ് ആയിട്ട്, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അഡോബിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ അത്രയും നമ്മൾ ചലഞ്ചസ് എടുത്തു ആ ഒരു 5 ലാംഗ്വേജ് ആ ഫ്രണ്ടിൽ ആ കോമ്പിനേഷൻ കിട്ടാൻ വേണ്ടി. അപ്പോൾ പിന്നെ നമുക്ക് പുറകെ വരുന്ന എല്ലാവരും ആ ഒരു സെയിം ലേഔട്ടും ലേബൽ ഫോർമാറ്റും ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ
ഇപ്പം നമുക്കതിൽ സംബന്ധിച്ചോളം സന്തോഷമുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, നമ്മുടെ വാറ്റിനെ ഒരു ഗ്ലോബൽ ലെവലിൽ പ്ലേസ് ചെയ്യണം. അത് ഒരു തുടക്കമാവട്ടെ വാറ്റ് എന്നുള്ളത്. നമ്മളെപ്പോലെ ഇപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്ക് ഒത്തിരി അസറ്റ്സ് ഉണ്ട് ഗ്ലോബൽ ലെവലിൽ, പ്രീമിയം ലെവലിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിന് ആ പ്രീമിയം ലെവലിൽ പ്ലേസ് ചെയ്യാൻ പറ്റണം. പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം മൊത്തം നമുക്ക് വിൽക്കാം. അത് പറ്റും. അത് നമുക്ക് നമ്മളെക്കാളും ക്വാളിറ്റി ഇല്ലാത്ത ചൈനക്കാരത് കാണിച്ചു തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ മാറും വന്നുകൊണ്ടിരിക്കും. ഇപ്പം എനിക്ക് തോന്നുന്നത് ഷെഫ് പിള്ള തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഗ്ലോബൽ ലെവലായിട്ട്. അപ്പം അതിന് ചിലത് സാഹചര്യങ്ങൾ ഉണ്ട്. ഇപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇപ്പം എൻ്റെ കഴിവ് കൊണ്ട് മാത്രമല്ല നമ്മൾ മന്ദാകിനി ഉണ്ടായത്. ഞാൻ ആ ഒരു തോട്ട് പ്രോസസ് വന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഇത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാറ്റിനെ ആദ്യമായിട്ട് നമ്മൾ ലീഗലായിട്ട് ഉണ്ടാക്കാൻ പോകും. അപ്പോൾ എല്ലാ മലയാളികളുടെയും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി എനിക്കുണ്ട്. കാരണം വെച്ചാൽ എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോബൽ ലെവലിൽ ഇതിനെ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു പ്രൗഡ്നെസ് ഞാൻ തെറ്റായിട്ട് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കുമാണ് മോശം. അപ്പോൾ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഷെഫ് പിള്ളയ്ക്കും ആ ഒരു, ഇപ്പോൾ പുള്ളിക്ക് ഞാൻ പുള്ളിയായിട്ടൊന്നും കമ്പയർ ചെയ്യാനല്ല കേട്ടോ, പക്ഷേ പുള്ളിക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി തോന്നുന്നുണ്ട്. പുള്ളി ഉണ്ടാക്കിയ റെസിപ്പീസ് ലോകം മൊത്തം അറിയപ്പെടുമ്പോഴും, ഇപ്പോൾ വിരാട് കോഹ്ലി അല്ലെങ്കിൽ ബാക്കിയുള്ള ഇൻ്റർനാഷണൽ ആൾക്കാർ വന്ന് അതിനെ ടേസ്റ്റ് ചെയ്യുമ്പോഴും അതിനൊരു ഗ്ലോബൽ സ്റ്റേജിലേക്ക് മലയാളി ഫുഡിനെ കൊണ്ടുവന്നേക്കണം. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞ അതുപോലുള്ള ആൾക്കാരും സമയവും സാഹചര്യവും നമ്മൾ ഒത്തുവരുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രീമിയം ലെവലിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിനെ വെച്ചാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പൊ കേരളത്തിന്റെ തനതായത് എന്ന് പറഞ്ഞ് നമ്മൾ, അല്ലെങ്കിൽ കേരളത്തിന്റെ കൾച്ചറിന്റെ ഒരു ഔട്ട്പുട്ടാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ കേരളത്തിന്റെ പേര് കളയല്ലേ എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഉറപ്പായിട്ടും അത് മാത്രമല്ല, നമ്മുടെ യുണീക്നെസ് നമ്മൾ മനസ്സിലാവുന്ന നമ്മൾ പുറത്തു വരുമ്പോഴാണ്. നീ കാനഡയിൽ വന്നു കഴിഞ്ഞപ്പോഴല്ലേ എത്രത്തോളം ഡിവൈനാണ് കേരളത്തിൻ്റെ പ്രകൃതി അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ എന്നൊക്കെ മനസ്സിലാവുന്നത്. ഇപ്പോൾ കാനഡയിലൊക്കെ ക്ലൈമറ്റ് നിനക്ക് അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ ഈ കരീബിയൻ ഐലൻഡ്സിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നോർത്ത് അമേരിക്ക മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ട്, US ട്രാവൽ ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ യൂറോപ്പ് പോയിട്ടില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും വീഡിയോ കാണാം, ഇതെല്ലാം കാണാം. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പീസ്ഫുൾ ലീവിങ്, നല്ല ക്ലൈമറ്റ്, ഫുഡിൻ്റെ അവൈലബിലിറ്റി, പിന്നെയുള്ളതിന് കൾച്ചറലി നമ്മളിപ്പോൾ ഒരു കൾച്ചർ ഫ്ലറിഷിംഗ് ആണെന്ന് വരുന്നത് എങ്ങനെയാണ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അത്ര ഫ്ലറിഷിംഗ് ആയിരിക്കണം. അപ്പം നമ്മുടെ നാട്ടിലുള്ള ഡാൻസ് വെറൈറ്റീസും കൾച്ചറൽ വെറൈറ്റീസ്, ഡാൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ബാക്കിയുള്ള കൾച്ചറുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ഡെവലപ്ഡ് ആണെന്ന് ആലോചിക്കണം. നമ്മുടെ ടൂറിസം പറയുന്ന കാര്യം തന്നെ ഗോഡ്സ് ഓൺ കൺട്രിയാണ് ശരിക്കും. അത് ദൈവം കരിഞ്ഞു തന്നേക്കണെയാണ്. അതിന് ലോകത്തിന് മുമ്പിൽ കാണിക്കേണ്ട ചുമതല നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മന്ദാകിനി ബ്രാൻഡിന്റെ മെയിൻ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കാണുന്ന ആരൊക്കെയാണ്? നമ്മൾ അങ്ങനെ ആരെയും നമ്മൾ വന്നപ്പോൾ ആരും ഇല്ലായിരുന്നല്ലോ, കോമ്പറ്റീറ്റേഴ്സായിട്ട് നമുക്ക് ആരും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും വലിയ ബ്രാൻഡുകളിലേക്കാണ് നമ്മൾ നോക്കുന്നത്, അവരെങ്ങനെയാണ് ആ ബ്രാൻഡ് പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ബക്കാഡി അല്ലെങ്കിൽ ജോണി വാക്കർ. അപ്പോൾ നമ്മൾ ഇപ്പോഴും കൊച്ചി ഡ്യൂട്ടി ഫ്രീയിൽ നമ്മൾ ജോണി വാക്കറിനേക്കാളും കൂടുതൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ അത് മലയാളികൾ നമുക്ക് തന്ന സപ്പോർട്ടാണ്. അപ്പോൾ ഞാനൊരിക്കലും വിചാരിച്ചില്ല അതൊക്കെ നമുക്ക് സംഭവിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ അവരിലേക്ക് നോക്കുന്നുണ്ട്, അവരെങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, ബ്രാൻഡ് പ്ലേസ് ചെയ്യുന്നതെല്ലാം. പക്ഷേ അതിനൊപ്പം തന്നെ നമ്മളൊരു യുണീക്ക് സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ശരിക്കും മന്ദാകിനി എന്ന് പറഞ്ഞ ബ്രാൻഡ് നിങ്ങൾ എങ്ങനെ കഴിക്കാനാണ് ആളുകളിലേക്ക് പറയുന്നത്? ഓൺ റോക്സ് ആണോ, നീറ്റ് ആണോ, അല്ലെങ്കിൽ ഹൈബോൾ ആണോ, കോക്ടെയിൽ ആണോ? നമ്മൾ അത് പലപ്പോഴും സിറ്റുവേഷൻസ് വെച്ചിരിക്കും. പക്ഷേ എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ ആദ്യമായിട്ട് കള്ളു കുടിക്കുമ്പോൾ എപ്പോഴാണെങ്കിലും ഒരു കുപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ അതാണ് അതിൻ്റെ ഏറ്റവും ഫ്രഷ് സ്പിരിറ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുപ്പി ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞ് കുടിക്കുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കുറച്ച് എയർ കയറി അതിൻ്റെ ടേസ്റ്റ് പ്രൊഫൈലൊക്കെ മാറും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഒരു സിപ്പിങ് നീറ്റായിട്ട് കഴിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു
ഇപ്പോൾ ഓരോ ബ്രാൻഡിനും ഒരു ടേസ്റ്റ് ഉണ്ട്. അത് എനിക്ക് മനസ്സിലായി. ഞാൻ നമ്മുടെ എലിയാസ് ബ്രദർ പറഞ്ഞ പിന്നെ എനിക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മുടെ JD ഇല്ലേ, ജാക്ക് ഡാനിയൽ ടെന്നസി വിസ്കി, അതിന് സോർമാഷ്, ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കിട്ടും നമ്മൾ നീറ്റായിട്ട് കഴിക്കുമ്പോൾ. യാ, ഇതൊക്കെ ഞാൻ പണ്ടും കഴിച്ചുകൊണ്ടിരുന്ന സാധനം. പക്ഷേ ആ ഒരു ഫ്ലേവർ പ്രൊഫൈൽ എനിക്ക് മനസ്സിലാവില്ലായിരുന്നു. ഇത് ഞാൻ എന്നെ സംബന്ധിച്ചുള്ള ആക്സിഡൻറ്റിൽ വന്നുപെട്ടതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിലും എൻ്റെ അടുത്ത് വെള്ളക്കാർ വന്ന് ചോദിച്ചു മന്ദാകിനിയുടെ ടേസ്റ്റ് പ്രൊഫൈൽ എന്നാണ്. അപ്പോൾ അത് നമ്മൾ പറയേണ്ട വന്നു. അപ്പോൾ അത് പറയേണ്ടതാണെങ്കിൽ അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. അപ്പോൾ എനിക്കിപ്പോൾ ടക്കമാക്ക ഫ്രണ്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് മന്ദാകിനിയായിട്ട് എന്നാ വ്യത്യാസമുള്ള എനിക്ക് ടേസ്റ്റ് പ്രൊഫൈൽ അറിയാൻ പറ്റണം. എങ്കിലല്ലേ ആസ് എ ബിസിനസ് മാൻ ഞാൻ സർവൈവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ബാച്ച് ഇൻഗ്രീഡിയൻറ്റ് വെച്ചുണ്ടാക്കുമ്പോൾ നമ്മൾ പഴയ ബാച്ചുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ, അതിൻ്റെ സ്നോസ് മാച്ച് ആവുന്നുണ്ടോ, ആഫ്റ്റർ ടേസ്റ്റ് മാച്ച് ആവുന്നുണ്ടോ, ഇതെല്ലാം നമ്മൾ കിട്ടണം. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോൾ അങ്ങനെ പയ്യെ നമുക്കൊരു ടേസ്റ്റ് പ്രൊഫൈൽ കിട്ടാൻ തുടങ്ങി. ഇപ്പോൾ JD, ഇപ്പം ഞാൻ കണ്ണു അടച്ചിട്ട് എനിക്ക് JDയുടെ ആ സോർമാഷ് എനിക്ക് കഴിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാം JD ആണെന്നറിയാം. ശാസ്ത്രീയമായി പഠിച്ചു എന്നുള്ളതാ മദ്യത്തെ പറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ കുടിച്ച് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും. പിന്നെ പയ്യെ അങ്ങനെയാലും ഒരു ടേസ്റ്റ്, ഇപ്പോൾ വിസ്കി ടേസ്റ്റിങ്ങിൻ്റെ ആൾക്കാരൊക്കെ അവർക്ക് കുടിച്ച് കഴിയുമ്പോൾ ഏകദേശം ഒരു ഏജ് പ്രൊഫൈൽ മനസ്സിലാവും. അപ്പോൾ വിസ്കിയാണ് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ പല ധാന്യത്തിൽ നിന്ന് ഉണ്ടാക്കാം. ഇപ്പോൾ സ്കോച്ച് വിസ്കി ആണെങ്കിൽ അവർ മാൾട്ടഡ് ബാർലിയാണ് അവർ ഉണ്ടാക്കുന്നത്. ആ മാൾട്ടഡ് ബാർലി തന്നെ സ്കോട്ട്ലൻഡിൽ മാൾട്ടഡ് ബാർലിയിൽ നിന്ന് ഉണ്ടാക്കുന്ന വിസ്കിയാണ് സ്കോച്ച് വിസ്കി. അതിന് വേറെ കുറേ ഡെഫിനിഷൻ ഉണ്ട്. ഇത് പറയുന്ന മാതിരി പോട്ട് സ്റ്റില്ല്, കോപ്പർ പോട്ട് സ്റ്റില്ലായിരിക്കണം, ഇത്ര വർഷം ഇന്ന ബാരലിൽ ഏജ് ചെയ്യണം, അതിപ്പോൾ ഇന്ന വൈൻ ഉണ്ടാക്കിയ ഒരു ബാരലിലായിരിക്കണം ഏജ് ചെയ്യണേ, അങ്ങനെ കുറേ ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ അതേസമയം ടെന്നസി വിസ്കി, മറ്റേ നമ്മുടെ ബർബൺ ആണെങ്കിൽ അത് കോൺ ബേസ്ഡ് ആയിരിക്കണം, അവിടുത്തെ വെള്ളം ഉപയോഗിക്കണം, ഇന്ന ഏരിയയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അത് ഫ്രഷ് ചാർഡ് ബാരലായിരിക്കണം, അമേരിക്കൻ ഓക്ക് ബാരലായിരിക്കണം, 6 മാസം to 1 year ആയത് ഏജ് ചെയ്തിരിക്കണം. ഇങ്ങനെ കുറേ പ്രൊഫൈലുണ്ട്. ഇപ്പോൾ ബർബൺ അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഫ്രഞ്ച് കോളനി ആയിരുന്ന ഏരിയ ആയിരുന്നു അമേരിക്കയുടെ ആ ഭാഗം. ഇപ്പോൾ ബ്രാൻഡി സ്റ്റൈലിൽ വിസ്കി ഉണ്ടാക്കിയതാണ് ശരിക്കും ബർബൺ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കുറേ സ്റ്റോറീസ് ഉണ്ട് ബാക്കിലേക്ക്. ഇപ്പോൾ വിസ്കി, ഇപ്പോൾ കാനഡയിലെ വിസ്കി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെയും ഡിഫറെൻറ്റാണ്. കാനഡയിൽ റൈന്ന് ഉണ്ടാക്കുന്നുണ്ട് വിസ്കി, ഇത്തിരി സ്പൈസ്ഡ് ആയിരിക്കും. കോൺ വിസ്കി ഉണ്ട്, പിന്നെ വീറ്റീന്ന് വിസ്കി ഉണ്ടാക്കാം. ഇപ്പോൾ ജാപ്പനീസ് വിസ്കീസ് എല്ലാം റൈസിൽ നിന്നാണ് അവർ പലതും ഉണ്ടാക്കുന്നത്. വളരെ ഫേമസ് ആണ് ജാപ്പനീസ് വിസ്കി. അപ്പോൾ ഓരോ പിന്നെ ഫ്രാൻസിൽ നോക്കി കഴിഞ്ഞാൽ ഫ്രാൻസിൽ ഓരോ റീജിയൻ ബേസാണ്. ബ്രാൻഡി വരുന്ന കോഞ്ഞാക്ക് എന്ന് പറഞ്ഞ റീജിയൻ, ആ റീജിയനിൽ നിന്ന് വരുന്ന ഉണ്ടാകുന്ന സ്പെഷ്യൽ ഒരു സ്പെസിഫിക് എന്നാ പറയുക ഗ്രേപ്സിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് കോഞ്ഞാക്ക്. കോഞ്ഞാക്ക് ഈസ് ബേസിക്കലി എ ബ്രാൻഡി, റൈറ്റ്? അതുപോലെ തന്നെ കോഞ്ഞാക്ക് പോലെ തന്നെ അർമനാക്ക് വേറെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ റീജിയണൽ സ്പെസിഫിക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ വാറ്റുന്നത് തന്നെ നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിച്ചത്. കേരളത്തിൻ്റെ ആ ഒരു ഫ്ലേവേഴ്സിൽ ഉണ്ടാക്കുമ്പോൾ അതിന് വാറ്റ്. ശരിക്കും വാട്ട് ഈസ് ദ എക്സാക്ട് ടേസ്റ്റ് പ്രൊഫൈൽ ഓഫ് മന്ദാകിനി? നമ്മൾ നോസിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഫ്രഷ് ഗ്രാസിൻ്റെ ഒരു ടേസ്റ്റ് വരും നമുക്ക്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു സിട്രസി, ലെമൺ, ആ ഒരു ഫ്ലേവേഴ്സ് നമ്മുടെ മൗത്തിൽ വരും. ആഫ്റ്റർ ടേസ്റ്റ് നമുക്കൊരു സ്ലൈറ്റ് ബേണിങ് വന്നും. അതൊക്കെയാണ് നമ്മുടെ ഒരു ഫ്രൂട്ടി സൈഡാണ് നമുക്ക് കുറച്ചുകൂടെ ഫ്ലേവേഴ്സ് പ്രൊഫൈലായിട്ട് പറയുന്നത്. അത് എല്ലാ ഡിഫറെൻറ്റ് കാറ്റഗറിയിലും ഫ്ലേവേഴ്സും എല്ലാം വരുമ്പോൾ. അപ്പോൾ പൈനാപ്പിൾ മാംഗോയൊക്കെ കുറച്ചുകൂടെ ആ ഒരു ഫ്രൂട്ടി സൈഡ് വരുന്നുണ്ട്. പൈനാപ്പിൾ മാംഗോ സൈഡ് ശരിക്കും ഞാൻ വന്നപ്പോഴേ ചോദിക്കാൻ വെച്ചൊരു ചോദ്യമാണ്. നമ്മൾ മന്ദാകിനി എന്നൊരു ബ്രാൻഡിൻ്റെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ ബ്രാൻഡിനെ പറ്റി കുറച്ച് റിസർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ ആ ടൈമിൽ വളരെ കൗതുകത്തോടെ ഞങ്ങളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മന്ദാകിനി എന്ന് പറഞ്ഞൊരു സിനിമ, അതിൽ മന്ദാകിനി എന്നൊരു ബ്രാൻഡിനെ പ്ലേസ് ചെയ്യുന്നു. അതിലൊരു പർട്ടിക്കുലർ റെസിപ്പി പറയുന്നു. റെസിപ്പി 30 അല്ലെങ്കിൽ 60 ഐസ് ക്യൂബ്സ് ഇടുക, അതിൻ്റെ മേലിൽ ഓറഞ്ച് സ്ക്യൂസ് ചെയ്യുക വിത്ത് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക, ആപ്പിൾ, പൈനാപ്പിൾ എന്നുള്ളത്. ശരിക്കും എങ്ങനെയാണ് ഈ മന്ദാകിനി സിനിമയിലേക്ക് നിങ്ങൾ പ്ലേസ് ആവുന്നത്? അതുപോലെ തന്നെ ആ റെസിപ്പി നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് കൊടുത്ത റെസിപ്പിയാണോ? നമ്മൾ പ്ലേസ് ചെയ്തതല്ല മന്ദാകിനിനെ. അപ്പോൾ അവർ നമ്മുടെ അടുത്തൊരു, അതായത് ഇതിൻ്റെ ക്യാമറാമാൻ ഷിജു
പുള്ളിക്കാരൻ സ്റ്റോറി ഡെവലപ്പ് ചെയ്തപ്പോൾ ഈ ആദ്യം പറഞ്ഞ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നൈറ്റിലൊരു പെൺകുട്ടി ഇതുപോലെ കള്ളു കുടിക്കുന്നു, അവരുടെ പഴയ കാമുവിനെ തല്ലാൻ പോകുന്നു, ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അത് ഈ കള്ളു കുടിക്കുന്നത് മന്ദാകിനി ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് മന്ദാകിനി 65 ഇറങ്ങിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഗ്ലാസ് കുടിക്കുന്നു, ആ ഒറ്റ ഗ്ലാസ്സിൽ ഓഫ് ആവണം. അപ്പോൾ അത് 65% ആയതുകൊണ്ട് സംഭവിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് പുള്ളി നമ്മുടെ അടുത്ത് കഥ പറഞ്ഞത്. പക്ഷെ കഥ പുള്ളി ഡെവലപ്പ് ചെയ്ത് 1 കൊല്ലം മുമ്പ് പറഞ്ഞപ്പോഴും, അപ്പോൾ ഈ മന്ദാകിനി ഫേമസ് ആയ പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ കോള് വരും, സിനിമയിൽ ഇങ്ങനെ ചാൻസ് ഉണ്ട്, എനിക്കൊരു റോള് തരാം, ഇത്ര ലക്ഷം മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത് നടക്കുക. കാരണം വെച്ചാൽ നമുക്കറിയാം ഇതുകൊണ്ടൊന്നും വർക്കൗട്ട് ആവണതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ പുള്ളി നമ്മളെ അടുത്ത് കണക്ട് ചെയ്യുന്നത്, ഫേസ്ബുക്കിൽ കണക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ആദ്യം എനിക്കും തോന്നി ഇത് അടുത്ത 35 ലക്ഷം ചോദിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ കാശുമില്ല അത് കൊടുക്കാനുള്ള. അപ്പോൾ നമ്മൾ അവോയ്ഡ് ചെയ്ത് തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ ഷിജുവും പിന്നെ എൻ്റെ ഡയറക്ടർ വിനോദ് ലീല അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നമുക്ക് മെസ്സേജ് അയക്കണം. അപ്പോൾ അവസാനം നമ്മൾ വിളിച്ചു. അപ്പോൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്റ്റോറി പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എൻ്റെ ഭാഗം തന്നെ വേണ്ടേ? അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്നൊന്നും വേണ്ട, നമ്മൾ ഈ പേരുപയോഗിക്കാനുള്ള ഇതും സെൻസർ റൈറ്റ്സും പിന്നെ അതുപോലെ മന്ദാകിനി ബോർഡിലും വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഓക്കെയാണ്. പക്ഷേ ആ സ്റ്റോറിയിൽ ഇത്ര നമ്മളിപ്പോൾ ആ മൂവി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മൂവിയിലൊരു കഥാപാത്രമാണ് ശരിക്കും മന്ദാകിനി. അതിൻ്റെ അകത്ത് പേരെടുത്ത് കാണിക്കണമെങ്കിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാതെ. ഇപ്പോൾ മൂവിയിലെ റെസിപ്പി ശരിക്കും നമ്മൾ കൊടുത്ത റെസിപ്പി അല്ല. പുള്ളി എനിക്ക് തോന്നണേ വിനീത് തട്ടിലിൻ്റെ ആ ഒരു വോയിസിൽ അത് കേൾക്കുമ്പോൾ കുടിക്കൂലാതെ മനുഷ്യൻ വരെ ഉണ്ടാക്കി കുടിച്ചു അല്ലേ? അത് പുള്ളിയുടെ ആ ഒരു സ്ലോ പിച്ചിൽ. പിന്നെ ആ ഒരു റെസിപ്പി ഭയങ്കര ഒരു അടിപൊളി റെസിപ്പി അല്ലേ അത്? നമ്മളെ ആ ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കുടിക്കണ്ടേ. കള്ളു കുഴയപ്പോൾ നീ ഞാനും പണ്ട് കുടിച്ചുകൊണ്ടിരുന്ന മാതിരിയും ഐസിട്ട് നേരെ കമത്തണ പരിപാടിയല്ലോ. അതാവുമ്പോൾ ആ ഫ്രൂട്ട്സ് ആകുമ്പോൾ സ്ലോലി കുടിക്കുക, ഓരോ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്ത് കഴിക്കുക. അതാണ് ശരിക്കും എൻജോയബിൾ ആയിട്ടുള്ള. ശരിക്കും അതിനുശേഷം പുള്ളിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല, പുള്ളിയായിട്ട് വാട്സപ്പിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആ മൂവിയുടെ ഹോൾ പ്രോസസ്സിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ 1 വർഷം മുമ്പ് നമ്മുടെ അടുത്ത് ഈ മൂവി സ്റ്റോറി പറഞ്ഞപ്പോഴും നമുക്കിത് സിനിമ എപ്പോഴും അങ്ങനെയാണല്ലോ, നമുക്ക് സംഭവിക്കുമെന്നും അറിയില്ല. ലോ ബഡ്ജറ്റ് പടമായിരുന്നു ഇനീഷ്യലി. അത് കഴിഞ്ഞ് സ്റ്റോറി ഡെവലപ്പ് ചെയ്തു, ഡയറക്ടർ വന്നു, വേറെ ലെവലായി. അപ്പോൾ എന്നോട് പയ്യെ ഒരു നമുക്ക് റെസ്പോൺസ് അറിയാലോ. പുള്ളി പറഞ്ഞു തുടങ്ങി, ഷിജു പറഞ്ഞു തുടങ്ങിയായിരുന്നു ഇത് വേറെ ലെവലായിട്ടാ, നമ്മൾ മൂവി ഇറങ്ങിക്കഴിഞ്ഞാൽ വേറെ ലെവലാവുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ നമ്മളൊരു ഒരു സിനിമയ്ക്കകത്ത് വരുമ്പോൾ പ്രത്യേകിച്ചായിട്ടൊന്നും നോർമലി ഒരു സീനിൽ പ്ലേസ് ചെയ്യുക, അത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഞാനും അത്രയൊക്കെ വിചാരിച്ചുള്ളൂ. പക്ഷെ നമ്മളെ ആ ഒരു മന്ദാകിനി എന്താണോ ആ ഒരു മൂവിയിൽ മൊത്തം ഇൻവോൾവ് ആണ്, ഒരു കഥാപാത്രമാണ് അതിൻ്റെ അകത്ത്. പേരും അതാണല്ലോ. പേരും അതാണ്. എന്തൊക്കെ കാറ്റഗറീസ് ഓഫ് മന്ദാകിനി ഇപ്പോൾ അവൈലബിൾ ആണ്? ഇപ്പം നമ്മുടെ 4 ഫ്ലേവേഴ്സ് ആണ്. ഒന്ന് മന്ദാകിനി ഒറിജിനൽ 46%. പിന്നെ അത് നമ്മളൊരു ബക്കാഡി സ്റ്റൈലിൽ, അതായത് എന്ത് കോക്ടെയിലിൻ്റെയും കൂടെ പോകുന്ന രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തതാണ്. ഈ റമ്മിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ മന്ദാകിനി വൈറ്റ് റംസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രോപ്പിക്കൽ ഫ്ലേവേഴ്സിൻ്റെ എല്ലാം കൂടെ കോക്ടെയിലായിട്ട് ആഡ് ചെയ്യാം. അതായത് മാംഗോ, പൈനാപ്പിൾ, അല്ലെങ്കിൽ തണ്ണിമത്തൻ, ഇതിൻ്റെ എല്ലാം ജ്യൂസോ, ഇപ്പോൾ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. വിസ്കി ഒന്നും അങ്ങനെ അത്രയും വർക്കൗട്ട് ആവില്ല. കാരണം വെച്ചാൽ കറക്റ്റായിട്ട് അത് ബ്ലെൻഡ് ആവും. അതല്ല ഏറ്റവും കൂടുതൽ ബക്കാഡി ട്രോപ്പിക്കൽ കോക്ടെയിൽസിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മന്ദാകിനി ആ ഒരു ഒറിജിനൽ ആ രീതിയിൽ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെയുള്ളത് നമ്മുടെ പൈനാപ്പിൾ മാംഗോ ഫ്ലേവേർഡിൽ, അത് 40%. പിന്നെയുള്ളത് സ്പൈസ്ഡ് വേർഷൻ, ജിഞ്ചർ ആൻഡ് കാർഡമം. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 2 സ്പൈസാണ്. പിന്നെ ഉള്ളത് 65%. അതാണ് ഞാൻ പറഞ്ഞ നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് അതിന്. ആ 65% നമുക്കത് ഒരിക്കലും ഫീൽ ചെയ്യില്ല. അതായത് ആ ഫ്ലേവറിന് എത്രത്തോളം ഇൻറ്റൻസ് ആയിരിക്കും ആ ഫ്ലേവർ, അതുകൊണ്ടാണോ പറഞ്ഞത്? അതുകൊണ്ടല്ല, നമ്മൾ ആൽക്കഹോൾ, ഞാൻ പറഞ്ഞില്ലേ, ആൽക്കഹോൾ ഒരു 50ക്ക് മുകളിൽ പോകുമ്പോഴത്തേനും നമ്മൾ ശരിക്കും അത് നമ്മളൊരു ഒരു ഭയങ്കര കയ്പോ അങ്ങനെ ഒരു ഫീലിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ ടോൺ ഡൗൺ ചെയ്തിട്ട്. അപ്പോൾ ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് പുറത്ത് പറയില്ല. അത് തൽക്കാലം കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹയർ പ്രൂഫ് റമ്മുകൾ എന്നുള്ളത് കരീബിയനിൽ ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നു LCBO JNBO അങ്ങനെയുള്ള കുറേ ഓവർ പ്രൂഫ് റമ്മുകളുണ്ട്.
അപ്പോൾ നമ്മൾ അതെല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് നമ്മൾ വേറെ പണ്ട് നമ്മൾ എന്നാ പറഞ്ഞ ഓൾഡ് മങ്കല്ല എന്നാ ഇതിനെന്നാ പറഞ്ഞ ട്രിപ്പിൾ റമ്മുകളിലെ ആർമി OCR OPR ഇതെല്ലാം അടിക്കുമ്പോൾ നമുക്ക് പച്ചക്ക് അടിക്കാൻ പറ്റില്ല, എന്തെങ്കിലും കൂടെ ഒഴിച്ചാൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അതേ കണ്ടീഷനാണ് ഇവിടുത്തെ ഓവർ പ്രൂഫ് റമ്മ്. നാട്ടിൽ പറയത്തില്ലേ കറുകറുത്ത ടാർ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഓവർ പ്രൂഫ് റമ്മുകൾ എനിക്ക് തോന്നുന്നത് കരീബിയൻസിന് കഴിക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കൊക്കക്കോളയോ എന്തെങ്കിലും സാധനം ഒഴിച്ചാൽ അതിൻ്റെ അത് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ അതും ഇതിന് നമുക്ക് നീറ്റായിട്ട് കഴിക്കാം. ഇപ്പോൾ നമ്മൾ നീറ്റായിട്ടല്ലേ കഴിച്ചത്. അപ്പോൾ ആ നീറ്റായിട്ട് കഴിക്കുന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കാൻ ഇത്തിരി കഷ്ടപ്പെട്ടു. അതാണ് ഞാൻ പറഞ്ഞത്. സീക്രട്ട് അല്ല, നമുക്കറിയാവുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ്. പക്ഷെ അതിനൊരു ഒരു 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 കോമ്പിനേഷനിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ടോൺ ഡൗൺ ചെയ്യാൻ പറ്റി. ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളൊരു മിതത്വത്തിലേക്ക് എത്തി. എന്താണ് മന്ദാകിനിയുടെ ഫ്യൂച്ചർ? നമ്മൾ ഇപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ ഒരു വൈനറി ഡിസ്റ്റിലറി എല്ലാം സ്വന്തമായിട്ട് അതായത് പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് തുടങ്ങി. ഇപ്പോൾ പ്രൊഡക്ഷൻ സ്വന്തമായിട്ട് തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ, അതായത് ടോട്ടൽ എങ്ങനെയാണ് മന്ദാകിനി ഉണ്ടാകുന്ന ആളുകൾക്ക് കാണാൻ പറ്റും. ഇപ്പം നമ്മളായിട്ടില്ല, ഇപ്പം ഈ കൊല്ലം നമ്മൾ എടുത്തേ ഉള്ളൂ. അപ്പോൾ അവിടെ വന്ന് നമ്മളിപ്പോൾ മേടിച്ചേക്കണ ആ ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വൈനറി ഉണ്ട്, ഡിസ്റ്റിലറി ഉണ്ട്, വന്നിരുന്ന് കഴിക്കാനുള്ള ഫുഡ് കഴിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ പറഞ്ഞ മാതിരിയും നമുക്ക് കല്യാണങ്ങൾ നടത്താനോ ഒരു ഈവൻറ്റ് സെൻ്ററായിട്ടും 87 ഏക്കർ പ്രോപ്പർട്ടി അത്. അപ്പോൾ അവിടെ ഈവൻറ്റ്സ് നടത്താം. അപ്പം നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഗെറ്റ് ടുഗെദർ, നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരുമിച്ച് വരാനുള്ള ഒരു സ്ഥലം, എൻജോയ് ചെയ്യാനുള്ള ഒരു സ്ഥലം, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം, അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫ്യൂച്ചറിലേക്ക്. അതായത് ഫ്രം ദ സ്റ്റാർട്ട് ടു ദ പാക്കിംഗ് ഇപ്പോൾ നിങ്ങൾ ആ ഡിസ്റ്റിലറിയാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. അതെ അത് നമ്മൾ ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ ഉറപ്പായിട്ടും ശരിക്കും എനിക്കത് അതൊന്നും വാർത്തയിൽ അത്ര വന്നില്ലെന്ന് തോന്നുന്നു. അത് നമ്മളിപ്പോൾ എടുത്തേ ഉള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സിലാണ് ഇപ്പം. അതിനെ കണക്ട് ചെയ്തൊരു റിക്വസ്റ്റ് പറയാനുള്ളത്, ഫുള്ളി ഫങ്ഷണലായിട്ട് മാറുമ്പോൾ നമുക്കൊരു ടൂർ വീഡിയോ വേണം അതിൻ്റെ. ഉറപ്പായിട്ടും അത് അഭിഷേകത്തിനോട് ഇപ്പോഴേ നമ്മൾ പറയുകയാണ്, ഫുള്ളി ഫങ്ഷണലായിട്ട് ഫ്രം ദ സ്ക്രാച്ച് ടു ദ പാക്കിങ്ങിലേക്ക് മന്ദാകിനി മാറുന്നത് നമുക്ക് ആ ഫുൾ ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് വേണം. അത് ഉറപ്പായിട്ടും ചെയ്യാം. 87 ഏക്കറിൽ സ്വന്തമായിട്ട് മന്ദാകിനിയുടെ പേര് വാങ്ങി ഇപ്പോൾ സ്വന്തമായിട്ട് വാറ്റ് ഉണ്ടാക്കി തുടങ്ങി സ്വന്തമായിട്ട്. അത് ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ്. നാട്ടിലതെങ്ങനെയാ പറയാൻ അറിയത്തില്ല, നാട്ടിൽ വാറ്റുകാരെന്നായിരിക്കും ചിലപ്പോൾ പറയുന്നത്. നാട്ടിൽ ഞാൻ വിചാരിക്കുന്നത് അത് നാട്ടിലെ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യട്ടെ എന്ന് ഞാൻ കരുതുന്നത്. അതായത് നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല, സർക്കാരിനെയും അതുപോലുള്ള ബാക്കിയുള്ള കാര്യങ്ങളും ആ ഇൻസ്പിറേഷനിൽ നാട്ടിൽ നിന്ന് ഇനിയും വാറ്റുകൾ ഉണ്ടാവട്ടെ. അതാണ് കോമ്പറ്റീഷൻ കൂടുമ്പോഴല്ലേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ തുടക്കമാണ്, നമ്മൾക്ക് അവർക്കൊപ്പം മത്സരിക്കാൻ നമ്മൾ റെഡിയാണ്. നല്ല കാര്യമാണ്. ശരിക്കും ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഉള്ളത് ഡ്യൂട്ടി ഫ്രീ ഔട്ട്ലെറ്റിൽ മാത്രമാണ്, കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയിൽ. ഇന്ത്യയിലേക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്താണ് പ്ലാൻ ചെയ്യുന്നത്? ഇപ്പം 2 രീതിയിൽ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 2 രീതിയിൽ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം ഈ പറഞ്ഞ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ അവർക്ക് റൈറ്റ്സ് കൊടുക്കാം ഉണ്ടാകാൻ. ഇപ്പം അഭിഷേക് പ്ലാൻ ചെയ്യുന്നത് നമ്മൾ എല്ലാ ടോക്സ് എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഡിസ്റ്റിലറീസ് പലരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞില്ലേ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള വ്യത്യാസങ്ങളും എല്ലാം. ചിലർക്ക് സംശയമുണ്ട് വാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ പറയാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ എനിക്കൊരു കൺസേൺ ആയിട്ട് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് നാട്ടിലെ പലരും വീണ്ടും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നല്ല സാധനത്തിനെ പുറത്തു പോയ ഒരാൾ ഉണ്ടാക്കേണ്ട വന്നു, അല്ലെങ്കിൽ നമ്മൾ വെള്ളക്കാരൻ്റെ സ്കോച്ച് മേടിച്ച് കുടിക്കുമ്പോൾ വാറ്റിന് എന്താണ് ഒരു കുറവെന്നുള്ളത്, ആ ഒരു കാഴ്ചപ്പാട് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് മാറുന്നതിനൊപ്പം തന്നെ മന്ദാകിനി കേരളത്തിലെത്തും, ഇന്ത്യയിലെത്തും. ശരിക്കും ഒരു പാൻ ഇന്ത്യൻ ഡ്രിങ്ക് ആണ് ഇപ്പോൾ ഒഫീഷ്യലി പറയുകയാണെങ്കിൽ. ഉറപ്പായിട്ടും മലയാളികൾ മാറ്റി നിർത്തിയ ബാക്കിയുള്ളവരുടെ റിയാക്ഷൻ എന്താണ്? നമ്മളിപ്പോൾ LCBOയിൽ നോക്കിക്കഴിഞ്ഞാൽ, LCBOയിൽ നമ്മൾ കഴിഞ്ഞ നവംബറിലാണ് ആദ്യത്തെ സ്റ്റോർ, 3 കൊല്ലം എടുത്തു നമ്മൾ സ്റ്റോർ കയറാൻ വേണ്ടിയിട്ട്. അവർ നമ്മുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് വർക്കാവില്ല, നമ്മൾ കാര്യമായിട്ട് വിറ്റ് കഴിഞ്ഞിട്ടും അവർ കൺവിൻസ്ഡ് ആവുന്നില്ല. നവംബറിൽ ഒരു സ്റ്റോറിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 20ഓളം സ്റ്റോറിലുണ്ട്. ഇപ്പോൾ ഓൾ കാനഡയിൽ, ഒണ്ടാരിയോയിൽ നമ്മൾ ആൽബർട്ടയിൽ വിൽക്കുന്നുണ്ട്. ആൽബർട്ടയിൽ ഒരു 30ഓളം സ്റ്റോറിലുണ്ട്. ഒണ്ടാരിയോയിൽ ഈ 20ഓളം സ്റ്റോറിൽ മിക്കവാറും മുത്തിരി മേടിക്കുന്ന പഞ്ചാബികളാണ്. ബ്രാംപ്ടണിലാണ് ഏറ്റവും കൂടുതലും വിറ്റ് പോകുന്നത്. അവർ ഭയങ്കര ഫേവറേറ്റാണ് മന്ദാകിനി. അവർക്ക് വളരെ ഇഷ്ടമാണ്. ശരിക്കും കറൻ്റ്ലി ഏതൊക്കെ രാജ്യങ്ങളിൽ ഇപ്പം മന്ദാകിനി അവൈലബിൾ ആണ് ഒഫീഷ്യലി?
നമ്മൾ ഈ കഴിഞ്ഞ കൊല്ലം മുതൽ നമ്മൾ ന്യൂസിലൻഡ് ഉണ്ടാക്കുന്നുണ്ട്. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ അങ്ങനെ കവേർഡാണ്. യു കെയിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പ് ഏകദേശം ഈ യു കെ എന്നുള്ള ആ ഡിസ്ട്രിബ്യൂഷൻ ഈ വർഷത്തോടു കൂടി കംപ്ലീറ്റ് ആവും. പിന്നെ ഇപ്പോൾ ഇവിടെ കാനഡ, യു എസിലുണ്ട്. ഇപ്പോൾ യു എസിലൊക്കെ നമ്മൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഇപ്പോൾ ടെക്സസിലാണ് മെയിനായിട്ട് നമ്മൾ മന്ദാകിനി പോകുന്നത്. പിന്നെ ദുബായിൽ എന്ന് വെച്ചാൽ ദുബായിലെ കുറേ ഡ്യൂട്ടി ഫ്രീസിലാണ്. ദുബായ് എന്ന് പറയുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ മസ്കറ്റ് ഉണ്ട്, അബുദാബി ഉണ്ട്. ദുബായിൽ റീറ്റെയിൽ പ്ലാൻ ചെയ്യുന്നു. പിന്നെ ഇന്ത്യയിൽ കൊച്ചി ഡ്യൂട്ടി ഫ്രീ ഉണ്ട്. ശരിക്കും ആ പറഞ്ഞു കേട്ടപ്പോൾ ഭയങ്കര എന്താ പറയുക സന്തോഷമാണ്. എന്താ പറയുക കേരളത്തിലെ ഒരു കേരളത്തിൽ നിന്നൊരു ബ്രാൻഡ് ഇത്രയും ഗ്ലോബലി പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പം ശരിക്കും അത് കേരളക്കാരൻ്റെ ഒരു മലയാളിയുടെ ഡ്രിങ്ക് അല്ലേ. വളരെ സന്തോഷം. നിന്റെ അത്രയും തന്നെ പ്രൗഡും സന്തോഷവും എനിക്കും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കരുതുന്നത് എല്ലാ മലയാളികളുടെയും ഒരു അവരുടെ പ്രൗഡ്നെസ് നമ്മൾ ലോകത്തിന് മുമ്പിൽ എങ്ങനെ കാണിക്കുക എന്നുള്ളത്. അപ്പോൾ അത് പുഷ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. എത്ര ഒരു 2 വർഷത്തിനുള്ളിൽ കേരളത്തിലേക്ക് എത്തുമോ ഒഫീഷ്യലി? ഒന്നും പറയാൻ പറ്റത്തില്ല. നിയമത്തിൻ്റെ തടസ്സങ്ങളാണോ ശരിക്കും ഒരു നടുക്കൊരു ബാരിയറായിട്ട് നിൽക്കുന്നത്? നിയമ തടസ്സങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. നിയമ തടസ്സങ്ങൾ അതിൽ എക്സൈസ് ലോസ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സൈസ് ലോസിൽ അതിൽ ടാക്സേഷനും പ്രൈസിങ്ങും എല്ലാം വരും. കാരണം വെച്ചാൽ നമുക്ക് അൺഅഫോർഡബിൾ ആയിട്ട് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളെ തെരുവ് പറയാൻ വരും. നമുക്ക് അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേഞ്ചിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റണം. അപ്പോൾ അതിന് ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം ഡേ ടു ഡേ ബേസിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. എന്നത് സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ റെഡിയാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്നും സാഹചര്യങ്ങളും ഉത്തരവിങ്ങി വന്നാൽ മതി. റെഡിയായി വരുമ്പോൾ കേരളത്തിൽ സ്വന്തമായ ഒരു ലക്ഷറി വാറ്റ് തുടങ്ങുകയാണ്. അല്ല, നാട്ടിലിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് തൃശ്ശൂരാന്ന് തോന്നുന്നു ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് തുടങ്ങിയേക്കണേ. ഇവിടത്തേക്ക് LCPOനെയൊക്കെ വെട്ടുന്ന രീതിയിൽ ഔട്ട്ലെറ്റ്, ബെവ്കോയുടെ ഔട്ട്ലെറ്റ്. അപ്പോൾ നാട്ടിൽ മാറുന്നുണ്ട്. അപ്പോൾ ആ മാറ്റം കുറച്ചുകൂടെ ഫാസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് ആണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഞാൻ പഠിച്ചത് ബാംഗ്ലൂരാണ്. അപ്പം ഈ നാട്ടിലെ മദ്യവും ബാംഗ്ലൂരിലെ മദ്യവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുള്ളത്. പിന്നെ അപ്പം അതും വേറൊരു കൺസേൺ ആണ് കേട്ടോ. അത് പറയുമ്പോൾ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഈ നാട്ടിൽ കുടിക്കുന്ന ഓൾഡ് മങ്ക് നേരെ ബാംഗ്ലൂരിൽ നിന്ന് കുടിക്കുമ്പോൾ രണ്ടാണ്. അതിലുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതായത് ടാക്സേഷൻ, അതാ ഞാൻ പറഞ്ഞത്. ടാക്സ് ലോസ് വരുമ്പോഴത്തേനും ഇപ്പം നീ $1 സാധനം ബാംഗ്ലൂർ 10% ടാക്സാണ്. $1 ഉണ്ടാക്കുന്ന സാധനം കേരളത്തിൽ 100% ടാക്സാണ്. അപ്പോൾ ഉണ്ടാക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അതിൻ്റെ ക്വാളിറ്റി കുറയ്ക്കേണ്ട വരും. 2 രീതിയിൽ. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വിൽക്കുന്ന ഈ ടാക്സ് ഇത്രയും കൂടുതലുള്ളതുകൊണ്ട് അവൻ ആ ക്വാളിറ്റി കുറച്ചാൽ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എസ്പെഷ്യലി നാട്ടിൽ അതുപോലെയുള്ള ഇഷ്യൂസ് വരും. അപ്പോൾ ടാക്സ് കൂട്ടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അപ്പോൾ ബാംഗ്ലൂർ വിൽക്കുമ്പോൾ ബാംഗ്ലൂർ അവന് 100,000 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം കേരളത്തിന് അവന് കൂടുതൽ പൈസയ്ക്ക് വിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ അതിൻ്റെ അപ്പോൾ ആ ക്വാളിറ്റിയിൽ വ്യത്യാസം. ഇനി ബാംഗ്ലൂരത്തെ സാധനം അവൻ 1000-ന് വിൽക്കണമെങ്കിൽ അവൻ ആ ഇൻഗ്രീഡിയൻസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അവിടെയാണ് ഈ ടാക്സേഷനിലെ പ്രശ്നം. അപ്പം നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും ഗവൺമെൻറ് കാശില്ലെങ്കിൽ ആദ്യം കൊണ്ടുപോയി കാശ് കൂട്ടുന്ന ആൽക്കഹോളിൻ്റെ കാശാണ്. അപ്പോൾ അങ്ങനെ വന്ന് നല്ല കള്ളെന്ന് പറഞ്ഞ സാധനം ഇടത്തരക്കാർക്ക് കുടിക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊരു കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടാക്സേഷനും ലോസും എല്ലാം കൂടെയും കൂടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സൈസ് ലോസും ഒത്തിരി കാര്യങ്ങൾ മാറാനുണ്ട് നാട്ടിൽ. കുറച്ച് റാപ്പിഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ. ഒരു Q&A ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. റാപ്പിഡ് ഫയർ ആണ്. റാപ്പിഡ് ഫയർ എന്ന് പറയേണ്ട ഒരു Q&A ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ശരിക്കും മന്ദാകിനി എന്ന് പറഞ്ഞ ബ്രാൻഡ് കേരളത്തിലെ ഏത് ഭക്ഷണത്തിന്റെ കൂടെ ആയിരിക്കും? ഒരു സൈഡ് ഡിഷ് എന്താണ് മന്ദാകിനിയുടെ? ബീഫ് ഫ്രൈ. വേറെ ഒന്നുമില്ല. 65 ചിക്കൻ 65 ബീഫ് ഫ്രൈ. ഇടിയിറച്ചിയാണെങ്കിൽ അത്രയും ടോപ്പ്. അടിപൊളി. മന്ദാകിനി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റീനെ വെച്ച് എൻഡോഴ്സ് ചെയ്യണമെങ്കിൽ കേരളത്തിലെ ഏത് സെലിബ്രിറ്റി ആയിരിക്കും നിങ്ങൾ എൻഡോഴ്സ് ചെയ്യുന്നത്? അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏത് സെലിബ്രിറ്റി ആയിരിക്കും എൻഡോഴ്സ് ചെയ്യുന്നത്? ഞാൻ ആകെ ഒരു സെലിബ്രിറ്റിയാണ് വിചാരിച്ചുള്ളൂ, സണ്ണി ലിയോൺ. ആണല്ലേ? അതെന്തുകൊണ്ടാ? സണ്ണി ലിയോൺ എനിക്ക് തോന്നണ കനേഡിയൻ ആണ്.
അതേ സമയത്ത് ഇന്ത്യൻ വാല്യൂസ് ഉണ്ട്. ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ മന്ദാകിനി മലയാളിയുടെ ആവുമ്പോഴും മലയാളി ലോകത്തിന് മുമ്പിൽ കാണിക്കുന്ന ഒരു സാധനമായിട്ടാണ്. ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു എന്നാ പറയുക വളരെ മോശമായൊരു ബാക്ക്ഗ്രൗണ്ട് വാറ്റിനുണ്ടായിരുന്നു. അത് ഗ്ലോബൽ ലെവലിൽ വേറെ ലെവലാക്കി. അപ്പം പിന്നെ എനിക്ക് തോന്നുന്നത് മൊത്തം ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരാളാണ് സണ്ണി ലിയോൺ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ പല പ്രാവശ്യം അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. റിയൽ തിങ് ഡിഡ്ന്റ് ഹാപ്പൻ, റൈറ്റ്? അത് വിൽ ഹാപ്പൻ സൂൺ ഹോപ്പ്ഫുള്ളി. കേരളത്തിലാണെങ്കിൽ വേറെ നമുക്ക് ചോയ്സ് ഇല്ല. ലാലേട്ടൻ നമ്മളെ കള്ളുകുടിക്കാൻ, അതായത് സ്റ്റൈലായിട്ട് കള്ളുകുടിക്കാൻ പഠിപ്പിച്ചത് ലാലേട്ടനാണ്. അതിന്റെ ഡെപ്ത് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. അപ്പൊ ആ ഒരു ഇമോഷണലായിട്ട് കള്ളുകുടിക്കാൻ, ആ സ്റ്റൈലിഷ് ആയിട്ട് കള്ളുകുടിക്കാൻ പഠിപ്പിച്ചത് പുള്ളിയാണ്. അപ്പൊ ഉറപ്പായിട്ടും നാട്ടിലാണെങ്കിൽ ലാലേട്ടൻ. കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ചിലർക്ക് ഒരു തെറ്റായ വാറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ആ ഒരു നമ്മളും ആ ലെവലിലേക്ക് വരണമല്ലോ. ഐ തിങ്ക് ദാറ്റ് വിൽ ഹാപ്പൻ, റൈറ്റ്? വിൽ ഹാപ്പൻ സൂൺ. ശരിക്കും എൻ്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഈ ആൽക്കഹോൾ ബ്രാൻഡിലേക്ക് നമുക്ക് സെലിബ്രിറ്റികളെ എൻഡോഴ്സ് ചെയ്യാൻ പറ്റുമോ? അതിന് നിയമമുണ്ടോ? നമുക്ക് എൻഡോഴ്സ് ചെയ്യാം. അതിപ്പോൾ പുള്ളി നാട്ടിലല്ലോ ചെയ്യണേ, കാനഡയിലാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല. അതുപോലെ കനേഡിയൻസിന് മന്ദാകിനിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ഫേവറേറ്റ് ഫുഡ് ഏതാണ്? സ്റ്റേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ഫുഡ്സ്, റൈറ്റ്? ലൈക്ക് ഇറ്റാലിയൻ സ്റ്റൈലിലോ അങ്ങനെയുള്ള. കനേഡിയൻസ് കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് ട്രോപ്പിക്കൽ നമ്മുടെ കോക്ടെയിൽസിൻ്റെ കൂടെ യൂസ് ചെയ്യാനായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മാംഗോ അല്ലെങ്കിൽ പൈനാപ്പിള് അല്ലെങ്കിൽ മൊഹിത്തോ ഇല്ലേ? മൊഹിത്തോയൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും ഫേമസ് ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കോക്ടെയിലാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ മിൻറ്റ് ലീവ്സ് ഇല്ലേ, അതിന് മലയാളത്തിൽ നമ്മുടെ പുതിനയില, ഒരു നാരങ്ങ പിഴിയുക, ഒരു സോഡ ഒഴിക്കുക, വൈറ്റ് റം. നമുക്കൊക്കെ ഇതൊക്കെ പണ്ട് പറഞ്ഞു തന്നാണെങ്കിൽ എന്ത് അങ്ങനെയൊക്കെയാണ് കുടിക്കണ്ടേ. ശരിക്കും മന്ദാകിനിക്ക് അടുത്തൊരു ആൽക്കഹോൾ പെർസെൻറ്റേജ് ഉള്ളൊരു ബ്രാൻഡ് ഇറക്കാൻ പ്ലാൻ ഉണ്ടോ? 65 മേലോട്ട് ആൽക്കഹോൾ ഇല്ല, പക്ഷേ നമ്മൾ ഒരു ഫ്ലേവർ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് റിവീൽ ചെയ്യാൻ ടൈമായോ? റിവീൽ ചെയ്യാൻ ടൈം ആയിട്ടില്ല. നമ്മൾ ലോഞ്ച് ചെയ്തിട്ടായിരിക്കും റിവീൽ ചെയ്യുന്നത്. അന്ന് ചിയേഴ്സ് ഫിറ്റിനെ ഇൻവൈറ്റ് ചെയ്യണം ഉറപ്പായിട്ടും. നമ്മളത് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ബേഫീൽഡ് ബെറി ഫാമിൽ നിന്നായിരിക്കും നമ്മൾ ലോഞ്ച് ചെയ്യണേ. അത് നമ്മുടെ കൾച്ചറുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ഫ്ലേവർ ആയിരിക്കും അത്. സോ അനദർ ഫ്ലേവർ ഈസ് കമ്മിങ് സൂൺ ഫ്രം മന്ദാകിനി. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. ശരിക്കും ഇത് ചേട്ടൻ്റെ വീടിൻ്റെ ബേസ്മെൻ്റ് ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോഡ്കാസ്റ്റിൽ ഒരു ഇൻ്റർവ്യൂ ഒരു 7-8ഓളം പോഡ്കാസ്റ്റുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു സെറ്റപ്പിൽ നമ്മളൊരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്ലാൻ ആരുടെ ആയിരുന്നു? അല്ല, നമ്മൾ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളിനെ കുറിച്ച് ഇപ്പം ഞാൻ സാഹചര്യം കൊണ്ട് വന്നു പെട്ടതാണ് ഈ ബിസിനസ്സിൽ. അല്ലാണ്ട് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ കള്ള് ബിസിനസ് ചെയ്യണമെന്നോ അതൊന്നും വിചാരിച്ചു വന്നതല്ല. അപ്പോൾ പക്ഷേ ഇതിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോ ദിവസവും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. ആൾക്കാരോട് ചോദിച്ച് ബുക്സ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ഇതിലെല്ലാം നമ്മൾ ഓരോന്ന് റിസർച്ച് ചെയ്യും. അപ്പോൾ ഓരോ ആ ബ്രാൻഡുകൾ എങ്ങനെയാണ് അവർ ബ്രാൻഡിങ് ചെയ്യുന്നത്, അവർ പ്ലേസ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറേ കള്ള് മേടിക്കാൻ തുടങ്ങി നമ്മൾ കളക്ഷന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏലിയാസ് ഓരോ പ്രൊഫൈൽ പറയും, ഇന്ന സാധനം ഇന്ന മണമുണ്ട്, ഗുണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ടേസ്റ്റാണ്, ഇന്ന പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ ഞങ്ങൾ മേടിക്കും, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യും. പിന്നെ ആ കുപ്പി എവിടെയാവും. അപ്പോൾ എല്ലാം ഒന്നും നമ്മൾ മേടിച്ചതല്ല, ചിലത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, ചിലത് പലതും തന്നതാണ്. ഈ ഇരിക്കുന്ന ഇത്രയും കുപ്പികളിൽ മന്ദാകിനിക്ക് അപ്പുറം ഒരു വേറൊരു ഫേവറേറ്റ് ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ബ്രാൻഡ് പറഞ്ഞാൽ ഇതിലേതായിരിക്കും? എനിക്ക് ഒത്തിരി ബ്രാൻഡുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാനെല്ലാം കുടിക്കുന്നത്, അതായത് കള്ളു മുതൽ എല്ലാം സ്കോച്ച് വിസ്കിയോ അല്ലെങ്കിൽ റമ്മോ എല്ലാം കുടിക്കുന്നതാണ്. അപ്പോൾ ഓരോ മൂഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് വിസ്കി എനിക്ക് തോന്നുന്നില്ല പകൽ കുടിക്കുന്ന പറ്റിയൊരു സാധനമാണ്. വിസ്കി ഒരു ഇത്തിരി നൈറ്റ് ഒരു റിലാക്സ്ഡ് ആയിട്ട് കുടിക്കുന്ന സാധനമാണ്. അതേസമയത്ത് റമ്മാണെങ്കിൽ, വൈറ്റ് റമ്മാണെങ്കിൽ നമ്മൾ പകൽ ട്രോപ്പിക്കൽ ഡ്രിങ്ക്സിൻ്റെ കൂടെ ജ്യൂസോ ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫുഡ് മാറി തന്നെയാണ് കള്ളും. എല്ലാ സമയത്തും എല്ലാം കുടിക്കാൻ പറ്റണമെന്നില്ല. അതുപോലെ തന്നെ ഇപ്പം ചിലർ പറഞ്ഞേക്കാം എനിക്ക് ആ സാധനം കഴിച്ചിട്ട് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ
കള്ളും നമ്മളെ സംബന്ധിച്ചോളം ഓരോ സമയത്തും അതിൻ്റെ ഓരോ ടേസ്റ്റ് പ്രൊഫൈലുണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും നിനക്ക് ബിരിയാണി ഇഷ്ടപ്പെടണമെന്നില്ല. ഇല്ല. പക്ഷേ ഇപ്പോൾ വിശപ്പുള്ള സമയത്ത് കഞ്ഞി ആയാലും അതിന് സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ കള്ളും പല സമയത്ത് കൂടി ഇപ്പോൾ എനിക്ക് ചില സമയത്ത് എനിക്ക് തന്നെ മന്ദാകിനി കുടിക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടാറില്ല ചില സമയത്ത്. അപ്പോൾ അതേ സമയത്ത് അപ്പോൾ ഒരു ദിവസം തന്നെ രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കുടിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരം കുടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് പ്രൊഫൈലാണ് വരാറുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ട്. അതുപോലെ അഭിഷേട്ട ഈ ഇരിക്കുന്നത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൽക്കഹോൾ ഏതായിരിക്കും? എടാ അങ്ങനെ അത്ര എക്സ്പെൻസീവ് ഒന്നും ഞാൻ മേടിക്കാറില്ല. നമ്മളെ സംബന്ധിച്ചോളം നല്ല കള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇപ്പോൾ പലരും സിംഗിൾ മാൾട്ട്, ഇപ്പോൾ ഇതിലിരിക്കുന്ന പലതും സിംഗിൾ മാൾട്ടാണ്. സിംഗിൾ മാൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഫാമിൽ നിന്ന് എടുക്കുന്ന ഒരു ബാച്ച് ഓഫ് ഗ്രെയിൻസ് ഒരു ഡിസ്റ്റിലറി ഉണ്ടാക്കി ഒരു ബാച്ചിൽ ബ്ലെൻഡ് ചെയ്യാതെ എടുക്കുന്ന സാധനത്തിന് ആ സിംഗിൾ മാൾട്ട് എന്ന് പറഞ്ഞു, ഒറ്റ മാൾട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അത് സിംഗിൾ മാൾട്ട് ആയതുകൊണ്ട് മാത്രം അത് ടേസ്റ്റ് നല്ലതാവണമെന്നില്ല. നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടപ്പെടുന്ന സാധനം നമ്മൾ മേടിച്ച് കഴിക്കുക, അത്രേ ഉള്ളൂ. അല്ലേ, നമ്മളെ സംബന്ധിച്ചോളം കള്ളിനെ കുറിച്ച് പഠിക്കുക, കള്ളിനെ കുറിച്ച് ഇപ്പോൾ മന്ദാകിനിനെ ലോകത്തെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് ആക്കുക എന്നുള്ള, വാറ്റിനെ ബെസ്റ്റ് ആക്കുക എന്നുള്ളൊരു ഇതാലോ. അപ്പം നമ്മൾ എന്താണ് നമുക്ക് മുന്നേ ചെയ്ത വർഷങ്ങളായിട്ടുണ്ടാകുന്നതാണ് ഇവന്മാർ സ്കോച്ച് വിസ്കി, റമ്മുകൾ ഒത്തിരി ഫേമസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെങ്ങനെയാണ് നന്നായിട്ട് ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ അറിയുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയാണല്ലോ നമ്മൾ കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ലൈബ്രറിയാന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, റെഫറൻസ് ലൈബ്രറി. കേരളത്തിനെ റെപ്രസെൻ്റ് ചെയ്ത് കേരളത്തിൻ്റെ ഒരു ഹൃദയം ആയിട്ട് ഒരു ബ്രാൻഡിനെ ഗ്ലോബലി റെപ്രസെൻ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ശരിക്കും അഭിമാനമുണ്ട്. അപ്പം ആ ഒരു ബ്രാൻഡിലെ കാരണക്കാരനായ ഒരു വ്യക്തിയായിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് വളരെ സന്തോഷം. നമ്മുടെ ചിയേഴ്സിൻ്റെ മൊത്തം ടീമിനും അത്രയും സന്തോഷം നമുക്ക് ഈ ഒരു അവസരം തന്നതിന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.